നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. GST നിലവിൽ വന്ന ആദ്യ ദിനം വ്യാപാര മേഖലയിൽ ആശയക്കുഴപ്പം. ബില്ലിംഗിലെ സംശയം വ്യാപാരത്തെ ബാധിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപാരികളുടെ പ്രതിഷേധം. സംസ്ഥാനത്തിന് നേട്ടമുണ്ടാകുമെങ്കിലും GST അസമത്വം സൃഷ്ടിക്കുമെന്ന് തോമസ് ഐസക്. GST കള്ളപ്പണത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമെന്ന് പ്രധാനമന്ത്രി. കുത്തകപ്പാട്ട ഭൂമിയുടെ കരം പരിശോധനയ്ക്ക് ശേഷം സ്വീകരിക്കാൻ മൂന്നാർ സർവകക്ഷി യോഗത്തിൽ തീരുമാനം. റവന്യൂ മന്ത്രി യോഗത്തിനെത്തിയില്ല. സർക്കാർ തീരുമാനങ്ങൾ നടപ്പാവുന്നില്ലെന്ന് മുഖ്യമന്ത്രി. ഇതുവരെ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ പലതും നടപ്പിലാക്കപ്പെട്ടില്ല എന്ന പ്രശ്നം അവരുന്നയിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിന് ഒരു പ്രാധാന്യവുമില്ലെന്ന് കാനം രാജേന്ദ്രൻ. എന്ത് ഇമ്പോർട്ടൻസ് ആണ് ഈ മൂന്നാർ വിഷയത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ലെന്നാണ്. അല്ല, മൂന്നാർ വിഷയത്തിന് നിരവധി ചർച്ചകൾ കഴിഞ്ഞല്ലോ. അത് വരട്ടെ. അല്ല, എന്തിനാണ് യോഗം? യോഗത്തിൽ പങ്കെടുക്കാത്തതിന് ദുർബല വിശദീകരണവുമായി റവന്യൂ മന്ത്രി. എനിക്ക് ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അവിടെ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒരു പ്രശ്നവും നിങ്ങൾ ഇനി ഉണ്ടാക്കണ്ട. സർക്കാരിന് കൂട്ടുത്തരവാദിത്വം നഷ്ടമായെന്ന് രമേശ് ചെന്നിത്തല. ഭരണഘടനാ പ്രതിസന്ധി ഇല്ലെന്ന് കോടിയേരി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്വേഷണം ദിലീപിന് അടുപ്പമുള്ളവരിലേക്ക്. പ്രമുഖ നടിയുടെ തമ്മനത്തെ വില്ല കേന്ദ്രീകരിച്ചും അന്വേഷണം. കാവ്യ മാധവന്റെ വ്യാപാര സ്ഥാപനത്തിലും പോലീസ് പരിശോധന. മുകേഷിന്റെ നിലപാടിനെ വിമർശിച്ച് CPM കൊല്ലം ജില്ലാ നേതൃത്വം. ഗണേഷ് കുമാർ മാധ്യമപ്രവർത്തകരെ അപമാനിച്ചിട്ടില്ലെന്ന് ബാലകൃഷ്ണപിള്ള. സംസ്ഥാനത്തെ അടച്ചുപൂട്ടിയ 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ നാളെ തുറക്കും. ഏറ്റവും അധികം ബാറുകൾ തുറക്കുന്നത് എറണാകുളം ജില്ലയിൽ. മദ്യനയത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം. നോട്ടു നിരോധനത്തിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ച 6 സഹകരണ ബാങ്കുകൾക്കെതിരെ CBI കേസ്. CBI നടപടി കൊല്ലം ജില്ലയിലെ ബാങ്കുകൾക്കെതിരെ. ബാങ്ക് സെക്രട്ടറിമാരെ പ്രതികളാക്കി FIR. കൂടുതൽ ബാങ്കുകൾക്കെതിരെ അന്വേഷണം. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. ചരക്ക് സേവന നികുതി അസമത്വമുണ്ടാക്കുമെന്ന് മന്ത്രി തോമസ് ഐസക്. ആഡംബര വസ്തുക്കളുടെ നികുതി കുറയുകയും അവശ്യ വസ്തുക്കളുടെ നികുതി കൂടുകയും ചെയ്യുന്നതുകൊണ്ടാണിത്. അതേസമയം GST പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഉദ്യോഗസ്ഥർ കേന്ദ്രബിന്ദുക്കളായുള്ള നികുതി പിരിവ് അവസാനിക്കുമെന്നും തോമസ് ഐസക് പറഞ്ഞു. കൊച്ചിയിൽ GST സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു ധനമന്ത്രി. ചരക്ക് സേവന നികുതിക്ക് ഗുണവും ദോഷവും ഉണ്ടെന്ന് പറഞ്ഞ ധനമന്ത്രി തോമസ് ഐസക് സൂക്ഷിച്ചില്ലെങ്കിൽ വിലവർധനം ഉണ്ടാകുമെന്നതാണ് ഇതിന്റെ ന്യൂനതയായി സൂചിപ്പിച്ചത്. ആഡംബര വസ്തുക്കളുടെ നികുതി കുറയുകയും അവശ്യ വസ്തുക്കളുടെ നികുതി കൂടുകയും ചെയ്യുമെന്നതിനാൽ GST അസമത്വം ഉണ്ടാക്കുമെന്നും ധനമന്ത്രി പറഞ്ഞു. അസമത്വം കൂട്ടാം. ഇപ്പോൾ GST നികുതി നിരക്ക് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആഡംബര വസ്തുക്കൾക്കെല്ലാം നികുതി നിരക്ക് കുറഞ്ഞത്. 14% ഉണ്ടായിരുന്ന നികുതി അതിനുകൊണ്ട് അത്ര തന്നെ എക്സൈസും ഉണ്ട്, പിന്നെ സർവീസ് ടാക്സ് വരും. അതെല്ലാം ഏതാണ്ട് 3/4 പങ്കും 18% പോയി. അതുകൊണ്ട് ഗണ്യമായിട്ടുള്ള നികുതി നിരക്ക് ആഡംബരത്തിന് കുറഞ്ഞു, എന്നാൽ ആവശ്യ വസ്തുക്കൾക്ക് അത്രയും കുറഞ്ഞു. ഉപഭോഗം കൂടുതൽ നടക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ GST ഗുണം ചെയ്യും. ഉപഭോഗം നടക്കുന്ന സംസ്ഥാനത്താണ് നികുതി എത്തുക. ഉദ്യോഗസ്ഥൻ കേന്ദ്രബിന്ദുവായ നികുതി പിരിവ് സമ്പ്രദായം അവസാനിക്കുകയും ചെയ്യും. ഇത് വരുന്നതോടുകൂടി ഉദ്യോഗസ്ഥൻ കേന്ദ്ര ബിന്ദുവാക്കിയുള്ള നികുതി പിരിവ് സമ്പ്രദായം അവസാനിക്കും. അതാണ് നേട്ടം. GST സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം ഇത് സംബന്ധിച്ചുള്ള സംശയ ദൂരീകരണത്തിനായി പ്രത്യേക സെഷനും നടന്നു. നിയമസഭയിൽ ചർച്ച ചെയ്യാതെ ഓർഡിനൻസായി കൊണ്ടുവന്ന GST നടപ്പാക്കുന്നതിൽ പ്രതിഷേധിച്ച് UDF ജനപ്രതിനിധികൾ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ധനകാര്യ വിദഗ്ധരായ ശ്രീ VK പ്രസാദ്, ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, DBFS MD ശ്രീ പ്രിൻസ് ജോർജ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാവ് ശ്രീ K സേതുമാധവൻ എന്നിവരാണ്. ആദ്യം ശ്രീ VK പ്രസാദ്, GST നടപ്പാക്കിയതിൻ്റെ ആദ്യ ദിവസം ഒരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്, അവ്യക്തത ഉണ്ടായിട്ടുണ്ട്. ബില്ലിങ്ങിൽ ഉള്ള സംശയം നമ്മുടെ വ്യാപാര മേഖലയെ തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിലാണെങ്കിൽ അത് കുറെ കൂടി പ്രകടനാത്മകമായിരുന്നു. വ്യാപാരികൾ തെരുവിലിറങ്ങി, കർഷകർ അതിൽ പ്രതിഷേധിച്ചു, ചിലർ ട്രെയിൻ തടഞ്ഞു, അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ
ആത്യന്തികമായി ഈ ഒരു പുതിയ നികുതി സമ്പ്രദായം നടപ്പിൽ വരുന്നതോടുകൂടി അല്ലെങ്കിൽ അത് നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവിക ആശയക്കുഴപ്പം എന്നതിനപ്പുറത്തേക്ക് ഈ GST എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, നടപ്പാക്കാൻ വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു നികുതി സമ്പ്രദായമാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? GSTയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് നിലവിലുള്ള പല തരത്തിലുള്ള നികുതി വ്യവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ട് അതിന് ബദൽ എന്ന നിലയ്ക്ക് ലളിതമായ ഒരു പുതിയ നികുതി സമ്പ്രദായം കൊണ്ടുവരുന്നു എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു മേന്മയായി ഇതിൻ്റെ പ്രയോക്താക്കളൊക്കെ അവകാശപ്പെടുന്നൊരു കാര്യം. തീർച്ചയായിട്ടും നികുതി ലളിതമാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പല വിധത്തിലുള്ള നികുതികൾക്ക് പകരം ഒരു നികുതി വരുന്നു എന്ന അർത്ഥത്തിൽ സാങ്കേതികമായി അതിന് ആ തരത്തിൽ ഉള്ള ഒരു മേന്മ അവകാശപ്പെടാം. അത് തീർച്ചയാണ്. മാത്രമല്ല ഒരുപക്ഷെ തുടക്കത്തിൽ ഇന്നുള്ളത് പ്രതീക്ഷിച്ച ആശയക്കുഴപ്പം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ജൂലൈ 1 തന്നെ ഇത് നടപ്പാക്കണം എന്ന വാശി കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായിരുന്നു എന്നുള്ളതൊഴിച്ചാൽ വാസ്തവത്തിൽ ഇതിനു വേണ്ടിയിട്ടുള്ള സാങ്കേതികമായ ടെക്നോളജിക്കൽ ആയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, നമുക്ക് അറിയാമല്ലോ എത്രയോ വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായി നിലനിന്ന് പോകുന്ന നികുതി സമ്പ്രദായങ്ങൾക്ക് ബദലായി ഒരു പുതിയ സമ്പ്രദായം കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സാമാന്യം സുദീർഘമായ അതിസൂക്ഷ്മതലത്തിലേക്ക് എത്തുന്ന ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ആവശ്യമുണ്ട്, പ്രത്യേകിച്ചും വ്യാപാരികളുടെ കാര്യത്തിൽ. ഇവിടെ അതുണ്ടായിട്ടില്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വൻതോതിൽ പത്രപരസ്യങ്ങൾ കൊടുത്തതൊഴിച്ചാൽ സൂക്ഷ്മതലത്തിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന, വ്യാപാരികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രൂപത്തിൽ ഉള്ള ഒരു വിദ്യാഭ്യാസ പ്രക്രിയ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചിന്തിച്ചത് ഇതങ്ങ് നടക്കട്ടെ, അതിനുശേഷം ക്രമേണ ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാം എന്ന രൂപത്തിൽ ചിന്തിച്ചതായിട്ടാണ് തോന്നുന്നത്. മാത്രമല്ല ഇതിൻ്റെ ടെക്നോളജി പ്ലാറ്റ്ഫോമിൻ്റെ കാര്യത്തിലും ആ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ടല്ലോ. ടെക്നോളജി പ്ലാറ്റ്ഫോം റെഡിയായിട്ടില്ല എങ്കിലും നടപ്പാക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഇന്നിപ്പോൾ പലയിടത്തും സംഭവിച്ചിട്ടുള്ളത്, എനിക്ക് നേരിട്ടറിയുന്ന കാര്യം, ഇന്നത്തെ ദിവസം ട്രാൻസാക്ഷൻസ് ഒഴിവാക്കുക എന്ന രൂപത്തിൽ തന്നെ ചിന്തിച്ച ആളുകൾ, ചിന്തിച്ച വ്യാപാര സ്ഥാപനങ്ങളും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ പോലുമുണ്ട്. ഇത് ആണ് ഇന്നത്തെ ഒരു തുടക്കത്തിലെ ചിത്രം. അതായത് താങ്കൾ പറയുന്ന ഒരു മുന്നൊരുക്കമില്ലാത്തതിന്റെ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് ഈ സംവിധാനം, ഞാൻ അതാണ് ചോദിക്കുന്നത്. സ്വാഭാവികമാണ്, നമ്മുടെ നാട്ടിൽ ഒരു പുതിയ പരിഷ്കരണം വരുമ്പോൾ അത് നിലവിലുള്ളതിനെ ആകപ്പാടെ ഉടച്ചു വാർക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിനപ്പുറത്തേക്ക് ഈ സംവിധാനം ആകപ്പാടെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണോ? ഈ GST എന്ന് പറയുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കും. എവിടേക്കാണ് ഞാൻ വരുന്നത്? ഇതിൽ അടിസ്ഥാനപരമായ പ്രശ്നം ആശയക്കുഴപ്പത്തിൻ്റെതല്ല. അത് വാസ്തവത്തിൽ കൂടുതൽ മൗലികമായ ചില പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നികുതിയുടെ കാര്യത്തിൽ ഗവൺമെൻറ് അവകാശപ്പെടുന്നത് ഒറ്റ രാജ്യം, ഒറ്റ നികുതി, ഒറ്റ വിപണി എന്നുള്ളതാണ്. അതുതന്നെയാണ് പ്രശ്നം. അത് വാസ്തവത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നൊരു മുദ്രാവാക്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ഒരു രാജ്യമാണ് എന്നുള്ളത് ശരി, പക്ഷേ ഈ ഒരു രാജ്യത്ത് തന്നെ പല വിധത്തിലുള്ള സംസ്കാരങ്ങൾ, നാനാത്വത്തിൽ ഏകത്വം എന്നാണല്ലോ നമ്മൾ അവകാശപ്പെടുന്നത് തന്നെ. അത് വാസ്തവത്തിൽ സാംസ്കാരികമായ ഒരു പ്രശ്നം മാത്രമല്ല, നമുക്ക് ഭൂമിശാസ്ത്രപരമായ പ്രശ്നം, കാലാവസ്ഥപരമായ പ്രശ്നം, ജനങ്ങളുടെ അഭിരുചികളിലുള്ള പ്രശ്നം, ഈ തരത്തിലുള്ള അനവധി പ്രശ്നങ്ങളുണ്ട്. അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തെ ഭൂമിശാസ്ത്രപരമായ വിവിധ മേഖലകൾ തമ്മിൽ ഉള്ള സാമ്പത്തികമായ സംവിധാനത്തിൽ ഉള്ള വ്യത്യാസങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ അത് വളരെ പ്രകടമാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സ്വാഭാവികമായ മൗലികമായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നികുതി ഘടനയിൽ മാത്രം ഏകത്വം, സമത്വം, യൂണിഫോമിറ്റി എന്ന് പറയുന്നത് അശാസ്ത്രീയമായ ഒന്നാണ്, ജനവിരുദ്ധമാണ് എന്നുള്ളതും കൂടിയുണ്ട് അതിൽ അടിസ്ഥാനപരമായി. കാരണം ജനങ്ങളുടെ താല്പര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ശ്രീ തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, അതായത് ആഡംബര വസ്തുക്കൾക്ക് നികുതി കുറയുകയും സ്വർണത്തിന് 5% മാത്രം നികുതി കൊടുക്കുകയും അതേസമയം മറ്റ് അവശ്യ വസ്തുക്കൾക്ക് 28% നികുതി കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ജനങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. മാത്രമല്ല ഈ കാര്യത്തിൽ നമ്മുടെ നിത്യജീവിതത്തിലെ പ്രധാനപ്പെട്ട പല വസ്തുക്കളുടെയും നികുതി താരതമ്യേന കുറയുകയല്ലേ. 28% നികുതി എന്നത് അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘടനയാണ്. പക്ഷേ അത് വെച്ച് നമ്മൾ ഈ GST അളക്കാൻ കഴിയുമോ? ജനങ്ങളുടെ നിത്യജീവിതത്തിൽ വില കുറയുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു തർക്കത്തിന് ഇപ്പോൾ നമുക്ക് കഴിയില്ല. കാരണം അതിൻ്റെ 2 ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ അത് കുറേ ഉദാഹരണങ്ങൾ നടപ്പാക്കിയ രാജ്യങ്ങളിലെ നമ്മുടെ പക്കലുണ്ട്. പക്ഷേ എങ്കിൽ പോലും GSTയുടെ ഉയർന്ന നിരക്ക് 28 എന്നതിനെ മാത്രം വെച്ചുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് സമീപിക്കാൻ കഴിയുമോ? വിജയകുമാർ, ഈ നികുതി, ഈ കുറഞ്ഞ നികുതി എത്ര കാലം നിലനിൽക്കും എന്നുള്ളതിൽ ആർക്കാണ് ഗ്യാരണ്ടി? അതായത് GST കൗൺസിൽ എന്നത് ഒരു ക്യാബിനറ്റായി പ്രവർത്തിക്കുകയല്ലേ, അതിന് ഒരു റോളുമില്ലേ? അത് തന്നെയാണ് പ്രശ്നം. GST കൗൺസിൽ എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു അപ്പെക്സ് കൗൺസിലാണ്.
ഇതിൽ കേന്ദ്ര ഗവൺമെൻറ് നിർണായകമായ സ്വാധീനമുണ്ട്. രാഷ്ട്രീയമായിട്ടും ആ കാര്യത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. ഇവിടെ നമുക്കറിയാമല്ലോ, ഇവിടെ ഫൈറ്റ് ചെയ്തു, എത്രയോ കാര്യങ്ങൾ നേടിയെടുത്തു ആവശ്യത്തിൽ. അതെ, അവിടെ തന്നെ ഫൈറ്റ് വേണ്ടി വന്നു തുടക്കത്തിൽ പോലും. അപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ 4/3 ഭൂരിപക്ഷം വേണം. അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫലത്തിൽ വീറ്റോ അവകാശം ഇക്കാര്യത്തിലുണ്ട്. ഇതൊക്കെ കൂടി പരിഗണിക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നികുതിയുടെ കാര്യത്തിൽ ഒരേ ഒരു കാര്യം പരിഗണിച്ചാൽ മതി. കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ട് GSTയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ പെടുത്തിയിട്ടില്ല? GSTയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ പെടുത്തിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ നികുതി വ്യവസ്ഥ അനുസരിച്ച് പെട്രോളിന്റെ വില ഏകദേശം 37-38 രൂപയായി കുറയുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഏകദേശം 40.41 അടുത്ത് വരുമെന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ കണക്ക് കൂട്ടം. അത് എന്തുകൊണ്ട് പെടുത്തിയില്ല? അപ്പോൾ വളരെ വ്യക്തമല്ലേ, ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് എന്ന് പറയുന്ന അവകാശവാദം തന്നെ ശരിയല്ല. കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇത് ഉൾപ്പെടുത്തേണ്ടതില്ല. കാര്യം ഏറ്റവും കൂടുതൽ വിപണിയിൽ ഒരു കമ്മോഡിറ്റി എന്ന നിലയ്ക്ക് വിൽക്കപ്പെടുന്ന ഒന്ന്. മാത്രമല്ല രാജ്യത്തെ എല്ലാ മേഖലകളിലെയും വിലക്കയറ്റത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. കാസ്കേഡിംഗ് ഇഫക്റ്റാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയ്ക്ക്. അപ്പോൾ പെട്രോളിയത്തെ GSTയുടെ പരിധിയിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ സ്ഥിതി എന്താകുമായിരുന്നു? അപ്പോൾ ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിന് ജനങ്ങളോടുള്ള ഒരു സ്നേഹം ആണ് മാനദണ്ഡം എന്ന് ചിന്തിക്കുക വയ്യ. മാത്രമല്ല നികുതി ഘടനയുടെ കാര്യത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ പറയുന്ന ഘടന, അതിൻ്റെ പേരിലുള്ള വിലക്കുറവ് എന്ന് പറയുന്നത് അത് GSTയെ ന്യായീകരിക്കാനുള്ള ഒരു ഉപാധിയല്ല. കാരണം GST ഇല്ലെങ്കിൽ തന്നെ ഈ നികുതികൾ കുറയ്ക്കുന്നതിന് എന്താണ് തടസ്സം? ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഇക്കാര്യത്തിൽ GST നടപ്പിലായ ആദ്യ ദിവസം തന്നെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലിരുന്ന് സംസാരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഉത്തരേന്ത്യയിൽ പല സ്ഥലങ്ങളിലും വ്യാപാരികളും കർഷകരും പ്രതിഷേധിക്കുന്നു. ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നടപ്പാക്കുമ്പോഴുണ്ടാകുന്ന ആശയക്കുഴപ്പത്തെ പറ്റി ഇപ്പോൾ വലിയ തോതിൽ ചർച്ചകൾ നടക്കുന്നു. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഒരു മുന്നൊരുക്കമില്ലായ്മ ഇത് ആകപ്പാടെ ഈ സംവിധാനത്തിൽ പ്രകടമാകുന്നത്? തിടുക്കം കൂടിപ്പോയോ കേന്ദ്ര സർക്കാരിന്? ഈ തിടുക്കം കൂടിപ്പോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഏതാണ്ട് 10-16 വർഷമായിട്ട് ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഈ 10-16 വർഷമായിട്ട് നമുക്കൊരു മുന്നൊരുക്കം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന സെപ്റ്റംബർ വരെ നമ്മൾ ഒരു സമയം കൊടുത്താൽ പോലും നമ്മൾ ഇതിനകത്ത് ഒരുങ്ങി എല്ലാം കുറ്റമറ്റ രീതിയിലാക്കി മുന്നോട്ട് പോകാൻ ഒക്കൊന്നും തോന്നുന്നില്ല. അപ്പോൾ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ളൊരു റിസ്ക് തന്നെ ആയിരിക്കണം ഗവൺമെൻറ് എടുത്തത്. കാരണം പലപ്പോഴും നമുക്ക് ഈ പറയുന്ന ഒരു പെർഫെക്റ്റ് സിസ്റ്റത്തിലോട്ട് കയറി എൻട്രി ചെയ്യാനൊക്കില്ല. ആ പെർഫെക്റ്റ് സിസ്റ്റത്തിലോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ കുറേയൊക്കെ തന്നെ വളരെ ടാക്സ് റേറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പറയുന്ന പോലെ ഏതാണ്ട് 2 ബില്യൺ വൗച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻവോയ്സസ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഭീമൻ സോഫ്റ്റ്വെയർ റോൾ ഔട്ട് ചെയ്യുമ്പോഴും നിശ്ചയമായിട്ടും അതിൻ്റേതായ ഗ്ലിച്ചസ് ഉണ്ടാകാം, അതിൻ്റേതായ പാകപ്പിഴകൾ ഉണ്ടാകാം. അതുണ്ടാകില്ല എന്ന് വിചാരിച്ചല്ല ഗവൺമെൻറ് ഇതിനെ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇതിനകത്ത് ഈ GST എന്ന് പറയുന്ന കാര്യം ഇന്ന് രാവിലെ അല്ലെങ്കിൽ ഇന്ന് 1-ാം തീയതി മുതൽ റോൾ ഔട്ട് ചെയ്യപ്പെട്ടു. ഇതിനകത്ത് ഇനി ഒരു ചർച്ചയ്ക്ക് നമുക്ക് കാര്യമില്ല. കാരണം എല്ലാ സ്റ്റേറ്റും സെൻറ്ററും എല്ലാ ഗവൺമെൻറ്റും എല്ലാവരും കൂടെ പറഞ്ഞ് ഒരുമിച്ച് എടുത്ത തീരുമാനം, ജനാധിപത്യം എന്നുള്ളൊരു കാര്യത്തിൽ വിശ്വസിക്കുമ്പോൾ അതിനെ ഇനി എതിർത്തു അല്ലെങ്കിൽ ഇത് ജനാദ്രോഹമാണോ അല്ലയോ എന്നുള്ളൊരു ചർച്ചയ്ക്കാട്ടിലും ഇതിനകത്ത് എന്തൊക്കെ ബെറ്റർമെൻറ്റ് നമുക്ക് ചെയ്യാൻ നോക്കും. ഈ ബെറ്റർമെൻറ്റിൽ റേറ്റ്സിലാണ്. ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറയുന്ന കേട്ടു, പെട്രോളിയത്തിന് GSTയിൽ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല എന്ന് പറയുന്ന കേട്ടു. അപ്പോൾ GSTയിൽ അത് ഉൾപ്പെടുത്തും. അതിനകത്ത് സ്റ്റേറ്റിനാണ് കൂടുതൽ റവന്യൂ ലോസ് വരുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്സ് പലതും ഇതിനകത്ത് ഈ പറയുന്ന പെട്രോളിയത്തിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് റോൾ ഔട്ട് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമ്മളൊരു നെക്സ്റ്റ് ലെവൽസിലേക്ക്, ഇപ്പോൾ സർവീസ് ടാക്സ് വന്ന സമയത്ത് സർവീസ് ടാക്സിന് റോബസ്റ്റ് ആയിട്ടിരിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നിയമം കറക്റ്റായിട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ സർവീസ് ടാക്സിൻ്റെ നിയമങ്ങളിൽ നിന്നും ആരെങ്കിലും വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ, നിയമത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടോ എന്ന് വരുന്ന കാലം ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പീനൽ ആക്ഷൻസ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ ഈ GST എന്ന് പറയുന്ന ഒരു സിസ്റ്റം റോബസ്റ്റ് ആകാനായി വളരെ അധികം കാലതാമസം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു വളരെ വലിയ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം, ഒരു സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ ആശ്രയിച്ച് നമ്മൾ ആ പറയുന്ന സിസ്റ്റം മുഴുവൻ അഡ്മിനിസ്റ്റർ ചെയ്ത് ഇതിനെ കംപ്ലയൻസ് റിലേറ്റഡ് ആക്കി ഈ പറയുന്ന ആളുകളെ മുഴുവൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത്
പോകുന്ന ഒരു ടാക്സ് റേറ്റാണ്. അപ്പോൾ ഇത് ചില ഡെഫിനറ്റായിട്ടും ഒരു കാര്യത്തിന് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. അല്ലാതെ എല്ലാം 100% ഗുണങ്ങൾ ഉണ്ടാകുന്ന ഒരു സിസ്റ്റം ലോകത്ത് ഇല്ല. ഈ പറയുന്നത് റിവേഴ്സബിളുമാണെന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് കുറ്റങ്ങളോ കുറവുകളോ ഉള്ളതിനെ ചൂണ്ടിക്കാണിച്ച് ഈ കൗൺസിലിനെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് കറക്റ്റീവ് ആക്ഷന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടെ എന്ത് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഒരു വിഷയം. അപ്പം ഇന്നത്തെ ദിവസത്തെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബില്ലിങ്ങിന് ആളുകൾക്ക് ചെയ്യാൻ എന്തുകൊണ്ട് ഭയം വന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ടാക്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികം തന്നെയാണ്. പക്ഷേ അതുകൊണ്ട് GST നെറ്റ്വർക്ക് വർക്ക് ചെയ്യില്ല എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യാപാരം നടക്കില്ല എന്നോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ വരാം താങ്കളേക്ക്. ശ്രീ പെട്രോളിയത്തെ സംബന്ധിച്ച് അദ്ദേഹം പരാമർശിച്ചതുകൊണ്ട് പെട്രോളിയത്തിൻ്റെ കാര്യത്തിൽ വളരെ ദുർബലമായൊരു ന്യായീകരണമാണ് ഈ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ എന്നുള്ളത്. വാസ്തവത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയ്ക്ക് പെട്രോളിയം വിലയിൽ വരുത്തിയിട്ടുള്ള എല്ലാ വർധനവും സെസ്സിൻ്റെ രൂപത്തിലാണ്. സെസ് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഒന്നല്ല, കേന്ദ്ര ഗവൺമെൻറ് മാത്രം ലഭ്യമായ ഒന്നാണ്. അത് ആ ഒരു സംസ്ഥാനങ്ങൾക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ ലഭിക്കുന്ന വലിയൊരു വരുമാനമുണ്ടല്ലോ. ബാക്കി എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ തന്നെയല്ലേ, പെട്രോളിയത്തിന് മാത്രമായിട്ടുള്ളതല്ലല്ലോ. GST വരുമ്പോൾ ബാക്കി ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്ക് വരുന്ന നഷ്ടം തന്നെ പെട്രോളിയത്തിൻ്റെ കാര്യത്തിലും വരും. അതും ഷെയർ ചെയ്യണം. അങ്ങനെ അതിന് പരിഹാരമുണ്ടല്ലോ. അപ്പോൾ അതൊരു ന്യായീകരണമല്ല. പെട്രോളിയം എന്നുള്ളത് സ്വർണ്ണമുട്ടയിടുന്ന താറാവാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലല്ലോ പെട്രോളിയത്തിന്റെ കാര്യത്തിൽ. അതിൽ ചർച്ച നടക്കുമെന്നാണല്ലോ GST കൗൺസിൽ അറിയിച്ചിരിക്കുന്നത്. നമുക്ക് കണ്ടറിയാം. അതിനൊരു ഔദ്യോഗിക വിശദീകരണം അങ്ങനെയാണ്. ശ്രീ കെ സേതുമാധവൻ, വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇന്നിപ്പോൾ കാര്യങ്ങൾ ഒരു ദിവസത്തെ പരിശോധന നടത്തി കാണുമല്ലോ. എന്താണ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു റിപ്പോർട്ട്? സംവിധാനങ്ങളൊക്കെ വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ടോ? GST റിട്ടേണുകളുടെ കാര്യത്തിലൊക്കെ ബില്ലിങ്ങിന്റെ പ്രശ്നമൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും വിലക്കുറവ് പ്രതീക്ഷിക്കുകയാണ് ഉപഭോക്താക്കൾ. എപ്പോൾ ഇതിന്റെ ആനുകൂല്യം സാധാരണക്കാർക്ക് കിട്ടും? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ചോദിക്കേണ്ടത് താങ്കളോടാണ് താനും. ഇതിന്റെ ആനുകൂല്യം എപ്പോൾ കിട്ടിത്തുടങ്ങും ജനങ്ങൾക്ക്? കിട്ടൂല. ജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങണമെങ്കിൽ ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ 36,000 കോടി രൂപ കേന്ദ്രത്തിനും 1,500 കോടി രൂപ കേരളത്തിനും അധിക വരുമാനം കിട്ടുമ്പോൾ ഉപഭോക്താക്കൾക്ക് വില കൂടും. അരിക്ക് പാക്ക് ചെയ്ത അരിക്ക് മറ്റ് സാധനങ്ങൾക്ക് 5% ടാക്സ് ഏർപ്പെടുത്തി. നമുക്കറിയാം, നമ്മളൊക്കെ ഇപ്പം അണുകുടുംബത്തിലാണ് ജീവിക്കുന്നത്. ചാക്കരി വാങ്ങിയിട്ടോ ചാക്ക് പഞ്ചസാര വാങ്ങിയിട്ടോ ഒന്നല്ല ജീവിക്കുന്നത്. 5 കിലോ 2 കിലോ 3 കിലോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിന് നികുതി വർദ്ധിപ്പിക്കും. സ്വാഭാവികമായിട്ടും നികുതി വർദ്ധിപ്പിക്കും. നേരത്തെ പ്രസാദ് പറഞ്ഞിടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. കാരണം നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ ആളുകൾ പറയാറുണ്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തുന്നത്. ഇപ്പോൾ സ്വർഗരാജ്യം നമുക്ക് കിട്ടുന്നത്. സ്വർഗരാജ്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് GST നടപ്പിലാക്കി. വാറ്റ് നടപ്പിലാക്കിയ ഉണ്ടായ അതേ അനുഭവങ്ങൾ കച്ചവടക്കാരന് 2002 മായം ചേർക്കൽ നിയമത്തിൽ ജയിൽ ശിക്ഷ കേരളത്തിൽ ഉണ്ടായിരുന്നു. കാരണം ബഹുരാഷ്ട്ര കുത്തകളുടെ ഉൽപ്പന്നങ്ങൾ, പരിപ്പ് പോലെയുള്ള ഉൽപ്പന്നങ്ങളിൽ ഏതെങ്കിലും രീതിയിൽ മായം കണ്ടാൽ അതിൻ്റെ പേരിൽ കച്ചവടക്കാരനെ ജയിൽ ശിക്ഷ ഉണ്ടായിരുന്ന കാലം 10 കൊല്ലത്തെ തുടർച്ചയായ സമരം കൊണ്ടാണ് ഞങ്ങളതിൽ നിന്ന് മോചിതനായത്. ഇപ്പോൾ GST വന്നു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും രീതിയിൽ കണക്കിൽ അപാധ വന്ന ജയിൽ ശിക്ഷ കൂടാതെ ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കി. ചെക്ക് പോസ്റ്റുകൾ നിർത്തലാക്കി കഴിഞ്ഞപ്പോൾ RTOനെയും പോലീസിനെയും ഏൽപ്പിച്ചപ്പോൾ പൊതു റോട്ടിൽ വെച്ചുകൊണ്ട് സാധനങ്ങൾ പരിശോധിക്കാനും ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ബന്ധപ്പെട്ടിരുന്ന സഹകരിച്ചിരുന്ന പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും സ്വരച്ചേർച്ചയും ഇല്ലാത്ത രീതിയിലേക്ക് പോവുകയാണ്. GST വരുമ്പോൾ കച്ചവടം ഇന്ന് 25% കച്ചവടം മാത്രമേ നടന്നിട്ടുള്ളൂ. കേരളത്തിൽ ഇന്ന് 25% കച്ചവടം മാത്രമേ നടന്നിട്ടുള്ളൂ. കാരണം ഞങ്ങളതിനെ എതിർത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും നിവേദനങ്ങൾ കൊടുത്ത് ഇന്ന് എറണാകുളത്ത് നടന്ന പരിപാടികളിൽ പോലും ഞങ്ങൾ പങ്കെടുക്കാതെ ഇതിനെ ഞങ്ങൾ പ്രത്യക്ഷമായി എതിർക്കുന്നുണ്ട്. കച്ചവടം കുറയാൻ ഇന്നുണ്ടായ പ്രശ്നങ്ങൾ വാറ്റ് രജിസ്ട്രേഷനിൽ വാറ്റ് ടാക്സ് കൊടുത്തുകൊണ്ട് സാധനങ്ങൾ ഞങ്ങൾ അങ്ങനെ വിൽക്കും. ഞങ്ങൾ ആവശ്യപ്പെട്ടത് വാറ്റ് രജിസ്ട്രേഷൻ എടുത്തുകൊണ്ടുവന്ന വാറ്റ് ടാക്സ് അടച്ചുകൊണ്ടുവന്ന സാധനങ്ങൾ ആ വാറ്റിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് വിൽക്കാനും അതുപോലെ തന്നെ GST വരുമ്പോൾ GSTൻ്റെ വിൽക്കാനും സമയമാണ്. ഞങ്ങൾ 3 കൊല്ലത്തെ സമയമാണ് ആവശ്യപ്പെട്ട്. ഇന്ന് നിങ്ങൾക്കറിയാലോ, രാവിലെ മുതൽ ചില കടകളിൽ പോയി ചില ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുന്നത് 500 പഞ്ചസാര 500 ചായപ്പൊടിയും ചോദിച്ചിട്ട് ബില്ലാ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാം, അഭ്യസ്തവിദ്യരായ പഴയ കാലത്തെ കച്ചവടക്കാരൻ ഇത് പഠിച്ചിട്ടില്ല. മൊബൈൽ സംസ്കാരം എല്ലാ ആളുകൾക്കും അറിയില്ല. മെസ്സേജ് നോക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ക്രമീകരണം നോക്കാനോ കമ്പ്യൂട്ടർ നോക്കാനോ അറിയാത്ത കച്ചവടക്കാരന് ഒട്ടനവധി ആളുകളുള്ളത്.
ഘട്ടം ഘട്ടമായി നടപ്പിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ പക്ഷേ ഇതെങ്ങനെ GST ഘട്ടം ഘട്ടമായി നടപ്പാക്കുക? അത് പ്രായോഗികമല്ലല്ലോ. GST ഒരു കാര്യം അല്ല, ഞാൻ പറഞ്ഞ നമുക്കറിയാലോ, പഴയ കാലത്ത് അണ പോയി പൈസ വന്നപ്പോൾ നമുക്ക് 3 കൊല്ലം സമയം തന്നെ അണ വാങ്ങാനും പൈസ വാങ്ങാനുള്ള അവസരം കിട്ടി. നോട്ട് നിരോധനത്തിന്റെ പേരിൽ നോട്ട് പിൻവലിച്ചവർ പോലും അതിനുള്ള ബദൽ സംവിധാനം നമുക്ക് കിട്ടിയിരുന്നേ. അതുകൊണ്ട് കച്ചവടക്കാരെ GST നടപ്പാക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. എല്ലാ സംസ്ഥാനങ്ങളും അതിന് തയ്യാറാവുകയും ചെയ്തിരുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പ്രിൻസ് ജോർജ്, ഇക്കാര്യത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നുവോ, അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യ വ്യവസ്ഥ ഇതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നുവോ എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് നമ്മൾ സർവ്വസജ്ജരായി ഒരു പുതിയ നികുതി ഘടനയിലേക്ക് കടക്കുക എത്രത്തോളം എളുപ്പമാണ്, അല്ലെങ്കിൽ അത് എപ്പോഴെങ്കിലും നടക്കുമോ എന്ന് നമുക്കറിയില്ല. അവൈലബിൾ, അതായത് നമുക്ക് ലഭ്യമായ സാഹചര്യവും ഒക്കെ അനുസരിച്ച് നോക്കിയാൽ അത് യഥാർത്ഥ സമയത്ത് തന്നെയല്ലേ, അതിൻ്റെ യുക്തമായ സമയത്ത് തന്നെയല്ലേ GST രാജ്യത്ത് നടപ്പാക്കിയിരിക്കുന്നത്? അല്ല, ടൈമിങ്ങിന്റെ കാര്യം നോക്കിയാൽ ഒരു 5 വർഷം മുമ്പ് വരേണ്ട ഒരു സംഗതിയാണ് GST. ഇതിപ്പം ഇതിനു മുമ്പ് ഒരു പാനലിസ്റ്റ് പറഞ്ഞ പോലെ 16 വർഷമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ എന്താ, ഇപ്പം ചെയ്യണോ അതോ ഇനി ഒരു 3 മാസം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞോ ചെയ്യണോ? ഇത് ആരുടെയും കുഴപ്പമല്ല, ഇന്ത്യക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ്. അല്ല, നാളെ എപ്പോഴാണെങ്കിലും അടുത്ത 6 മാസം കഴിഞ്ഞാലും അടുത്ത 6 മാസം കഴിഞ്ഞാലും നമ്മൾ ആ ലാസ്റ്റ് വീക്ക് മാത്രമേ അതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങത്തുള്ളൂ. നമ്മൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഡെഡ് ലൈനോട് അടുക്കുമ്പോൾ മാത്രമേ നമുക്കൊരു ചൂടുണ്ടാകത്തുള്ളൂ. ആ ചൂടുണ്ടാകുമ്പോൾ മാത്രമേ ഇന്ത്യക്കാർ അത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് 3 മാസമോ 6 മാസമോ കഴിഞ്ഞാലും ഇപ്പോഴത്തെ എഫക്റ്റ് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രധാനപ്പെട്ട കാര്യം, GST എന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. ഇന്ത്യയിൽ ഇതിപ്പോൾ വരുന്നെന്നുള്ളതേ ഉള്ളൂ. ലോകത്ത് ഒത്തിരി രാഷ്ട്രങ്ങൾ GST ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പം വ്യാപാരി വ്യവസായി എന്നുള്ള സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരു ഘട്ടം എന്തെങ്കിലുമൊക്കെ റിലാക്സേഷൻസ് കൊടുക്കാനുള്ള സ്കോപ്പ് ഉണ്ടെങ്കിൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷേ ഒരു GST എത്ര തരം ടാക്സുകളായിരുന്നു ഇവിടെ ഈ രാജ്യത്ത് ഉണ്ടായിരുന്നത്. ഈ ടാക്സുകൾ മാറി ഒരു ടാക്സായി. അത് ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. 2, ഈ ടാക്സിൻ്റെ റേറ്റ് ഹൈ ആണെന്നുള്ളതും വേറൊരു കാര്യം. അത് ഞാൻ ഈ 28% ആംഗിളിലല്ല പറഞ്ഞത്. ഇപ്പോൾ പ്രസാദ് സാർ പറഞ്ഞു 28% മാത്രമല്ല, 7 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാക്സസ് ഉണ്ട്. നമ്മൾ സെയിൽസ് ടാക്സ് അടക്കം കസ്റ്റംസ് അടക്കം എക്സൈസ് അങ്ങനെ എല്ലാവിധ ടാക്സുകളോട് ഒരുമിപ്പിക്കുമെന്ന് പറയുമ്പോഴും റേറ്റ് 7 സ്ലാബിലാണ് കിടക്കുന്നത്. 0 റേറ്റ് ഉള്ളതുകൊണ്ട്, 3% ഉള്ളതുകൊണ്ട്, 5% ഉണ്ട്, പിന്നെ 18 ഉണ്ട്, 28 ഉണ്ട്, 12 ഉണ്ട്, ഇതിനൊക്കെ കഴിഞ്ഞിട്ട് സെസ്സും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഒരു വ്യാപാരിക്കും ഒരു വ്യവസായിയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ റേറ്റ്സുകൾ മനസ്സിലാക്കുക, അവരുടെ ബാക്ക് എൻഡ് സിസ്റ്റംസ്, ചിലർ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും, ചിലർ എന്താ പറയുക അക്കൗണ്ടൻറ്റിനെ വെച്ച് നടത്തുന്നതായിരിക്കും. അവർക്കിതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരിക എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഗതി. അപ്പോൾ ഒരു ട്രാൻസിഷൻ നടക്കുന്ന ഒരു സമയത്ത് അത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടുക എന്നുള്ളത് വളരെ ന്യായമായിട്ടുള്ള ഒരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഈ ടാക്സ് ഇതിന് മുമ്പിവിടെ വരേണ്ടതായിരുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോഴേലും ഇത് നടത്തിയല്ലോ. ഇത് വേറൊരു പാനലിസ്റ്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇനി ഇത് മുന്നോട്ട് എങ്ങനെ ബെറ്റർ ചെയ്യാം, എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ടാക്സ് നടത്തിയതിനകത്തുള്ള വേറൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസും BJPയും ലെഫ്റ്റ് പാർട്ടികളും അടക്കമുള്ള എല്ലാ പാർട്ടികളും കൂടെ കൂടുന്ന GST കൗൺസിൽ അതിലൊരു കൺസെൻസസ് ഉണ്ടാക്കി എടുത്തേക്കുന്ന ഒരു ഡിസിഷൻ എന്നുള്ള രീതിയിൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനിയിപ്പോൾ അതിനെ ഒരു പരിധി കൂടുതൽ വിമർശിച്ചിട്ട് കാര്യമില്ല. അതെങ്ങനെ നന്നാക്കാം, അതൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അതിനിപ്പോൾ അതുകൊണ്ട് അത് ഇങ്ങനെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാമെന്നുള്ളത് തന്നെ ആയിരിക്കണം അതിൻ്റെ ഫോക്കസ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഇതാ ഇവിടെ നികുതിദായകർ ഇതിൻ്റെ ഈ GST നടപ്പാക്കുന്നതിൻ്റെ ആനുകൂല്യം ലഭിക്കാൻ എത്ര കാലം കാത്തിരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടക്കമുള്ള സംഘടനകളുടെ നേതാക്കൾ പറയുന്നത് വെച്ച് നോക്കിയാൽ നമ്മൾ ഒരുപക്ഷെ വല്ലാതെ കാത്തിരിക്കേണ്ടി വരും അതിൻ്റെ ഗുണഫലം ലഭിക്കാൻ. തന്നെയുമല്ല, ഗുണഫലം ലഭിക്കും എന്നൊരു ഉറപ്പുമില്ല. ഈ ആനുകൂല്യങ്ങൾ, ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ വേണമെങ്കിൽ കോർപ്പറേറ്റുകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ഈ രീതിയിൽ മറ്റൊരു വഴിയിലേക്ക് തിരിച്ച് അവർക്ക് അവരുടേതായി മാത്രം മാറ്റുകയും ചെയ്യാം. ഇപ്പോൾ വലിയ തോതിലുള്ള ലാഭമെടുക്കൽ തടയാൻ GST നിയമത്തിൽ ഒരു വകുപ്പുണ്ടെങ്കിൽ പോലും അതെങ്ങനെ ശക്തമായി ഇംപ്ലിമെന്റ് ചെയ്യുമെന്നതിലടക്കം ആശയക്കുഴപ്പം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ വല്ലാതെ കാത്തിരിക്കണമോ ഈ പറയുന്ന GSTയുടെ ഗുണം ലഭിക്കണമെങ്കിൽ? GSTയുടെ ഗുണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 2 വർഷ കാലാവധിയായിരിക്കും ഒരുപക്ഷെ ഈ GST-യുമായിട്ട് ടേൺ ചെയ്യുന്ന ഒരു GST-യിലോട്ട് മാറുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കോർപ്പറേറ്റിന് കിട്ടാവുന്ന ഒരു അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിയറിങ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്ഷൻ 177 CGST-യിൽ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അവർ അതിന് ഒരു
റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആൻറ്റി പ്രോഫിറ്റേറിംഗ് റൂൾസ്. ഈ ആൻറ്റി പ്രോഫിറ്റേറിംഗ് റൂൾസിനെ പറ്റി വളരെ ശക്തമായി ഇന്ന് ഉപഭോക്താക്കളും ഈ പറയുന്ന ഇടനിലക്കാരും എല്ലാം മനസ്സിലാക്കിയിരിക്കണം. കാരണം മാനുഫാക്ചറേഴ്സിന് എപ്പോഴും ഒരു എമൗണ്ട് ഇതിൽ നിന്നും ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് മാറി നിൽക്കുമ്പോൾ ഒരു കോസ്റ്റിൽ ഒരു റിഡക്ഷൻ ഉണ്ടാകും. ഈ റിഡക്ഷൻ ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. ഇത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നൊരു മെക്കാനിസമുണ്ട്. അതിനെ GST കൗൺസിലിലെ 9 അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയോഗിച്ചിട്ടുണ്ട്. അപ്പം ഉപഭോക്താക്കൾക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലൈൻറ്റിൻ്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് നോക്കുവാൻ വേണ്ടിയും പ്രഥമ ദൃഷ്ടിയ ആ കാര്യങ്ങൾ ശരിയാണെന്ന് അറിഞ്ഞാൽ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഡയറക്ടർ ജനറൽ ഓഫ് സേഫ് ഗാർഡ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. അതിനൊരു 3 മാസ പരിധിയുണ്ട്. ആ 3 മാസ പരിധി വച്ചിട്ട് വേണം ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ഉണ്ടാക്കി അത് നാപ്പ എന്ന് പറയുന്ന നാഷണൽ ആൻറ്റി പ്രോഫിറ്റേറിംഗ് അതോറിറ്റിക്ക് ഇത് കൈമാറുകയും അവർ ഈ 3 മാസത്തിനകത്ത് തന്നെ ഈ പറയുന്നതിൻ്റെ ഒരു ലൈസൻസ് ക്യാൻസലേഷൻ വരെയുള്ള പെനാൽറ്റി ഇതിനകത്ത് പറയുന്നുണ്ട്. ശരിയാണ്, ഇതിനകത്ത് നടപ്പിലാക്കുന്ന ഒരു ലോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ ഇവിടുത്തെ പ്രശ്നം. ഈ നടപ്പിലാകുന്നത് വളരെ ശക്തമായി കൺട്രോൾ ചെയ്യുന്നുണ്ടോ, അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഇത് ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ ഗുണഫലം ഈ പറയുന്ന 2 വർഷത്തിനകത്ത് വരുന്ന ഈ ട്രാൻസിഷനിലുണ്ടാകുന്ന പ്രോഫിറ്റേറിംഗ് ഓപ്പർച്യൂണിറ്റി ഈ പറയുന്ന വലിയ കുത്തക കമ്പനികൾ ഇത് കൈമാറില്ല. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ടൊരു മാർക്കറ്റ് ഫോഴ്സസ് ഇതിനെ ഒരു പക്ഷേ നിയന്ത്രിച്ചേക്കാം. ഒരു റീചാർജ്, ഇപ്പം ഏറ്റവും എല്ലാവരെയും ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് മൊബൈൽ റീചാർജാണ്. 15% നിന്നും 18% പോകുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ 18% ആകുമ്പോൾ നിങ്ങളുടെ റീചാർജ് മുഴുവൻ നാളെ മുതൽ എക്സ്പെൻസീവ് ആയി എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റില്ല. കാരണം ഈ പറയുന്ന ഇൻപുട്ട് ക്രെഡിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് അതിനൊരു വളരെ വലിയ ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. ആ ഇൻപുട്ട് ക്രെഡിറ്റ് ഒരു വലിയ ഇക്കോ സിസ്റ്റത്തിനകത്ത് നിന്ന് നോക്കുമ്പം അതിന് ഈ പറയുന്ന കോസ്റ്റ് ഓഫ് സർവീസ് എത്രമാത്രം കുറയ്ക്കാൻ പറ്റി എന്നുള്ളതിനെ പറ്റി അവലോകനം ചെയ്ത് മാത്രമേ ഇതിന് നാളെ ഈ പറയുന്ന ഈ മൊബൈൽ കമ്പനികൾ സേവനം നടത്തിക്കൊടുക്കുമ്പോൾ അതിന് വില കുറയ്ക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയാനൊക്കെ ഉള്ളൂ. അപ്പം ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഇതിനെല്ലാം ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് വളരെ വളരെ വിജിലൻ്റ് ആയിരിക്കണം. അതിന് വേണ്ട എന്തെങ്കിലും പ്രയാസങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി വളരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിക്കണം. മാധ്യമങ്ങൾ ഇതിനൊരു മുൻകൈ എടുക്കണം. ഇതിനെപ്പറ്റിയുള്ള റേറ്റ്സിൻ്റെ കാര്യങ്ങളും ഫിക്സ് ചെയ്യുന്നതും ഒക്കെ നിൽക്കട്ടെ. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരെ ഉദ്ബോധിപ്പിക്കേണ്ടത് ഈ പറയുന്ന ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. പലരും അത് ചർച്ച ചെയ്ത് കേട്ടിട്ടില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു, എനിക്ക് തോന്നുന്നു ഇത് കേരളത്തിൻ്റെ സംഭാവനയാണ്. ഈ ആൻറ്റി പ്രോഫിറ്റേറിംഗ് നിയമം GST കൗൺസിലിൽ വളരെ ശക്തമായി ബാധിച്ചത് കേരളമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലയ്ക്ക് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് വളരെ സമയം ഉണ്ടായിട്ടില്ല. ഒരു 10 ദിവസത്തിനകത്ത് കണ്ടേ വന്നിട്ടുള്ളൂ ഇതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള 2 വർഷം ഈ പറയുന്നതിനെ പറ്റി ഒരു വളരെ ശക്തമായ നിലയിൽ ഒരു ഇൻ്റർവെൻഷൻ നടത്തി ഇതിന് ഒരു കുത്തക കമ്പനികളെ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കാത്ത രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവുക തന്നെ ചെയ്യണം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ VK പ്രസാദ്, ഇന്നിപ്പോൾ തോമസ് ഐസക് കൊച്ചിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 4 വർഷമായി കേരളത്തിന്റെ നികുതി വരുമാനത്തിലെ വർധന 10% മാത്രമായിരുന്നു. ഇത് 20% വീതം വർദ്ധിക്കാൻ GST കാരണമാകും. ഈ വളർച്ച 4 വർഷത്തേക്ക് നിലനിർത്താൻ സാധിച്ചാൽ കമ്മി കുറച്ച് നമ്മുടെ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ മെച്ചമുണ്ടായേക്കാം. അപ്പോൾ ആ നിലയിൽ സംസ്ഥാന സർക്കാർ ഇതിനെ കാണുകയാണ്. അങ്ങനെ ഉപയോഗിക്കാൻ തക്ക നിലയിലേക്ക് കേരളത്തിലെ GST നടപ്പാക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് കേരളം മുന്നോട്ട് വെച്ചത്. പ്രധാനപ്പെട്ട കാര്യമല്ലേ അത്? GSTയുടെ അടിസ്ഥാനപരമായ സവിശേഷത ടാക്സ് സംവിധാനം പ്രൊഡക്ഷൻ ഓറിയൻറ്റഡ് വ്യവസ്ഥയിൽ നിന്ന് കൺസംഷൻ ഓറിയൻറ്റഡ് വ്യവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. കേരളം ഒരു കൺസ്യൂമർ ഇക്കോണമിയാണ്. അതുകൊണ്ട് തന്നെ കൺസംഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം തീർച്ചയായിട്ടും കേരളത്തെ സഹായിക്കും. ആ കാര്യത്തിൽ സംശയമില്ല. ആ അർത്ഥത്തിൽ GST താൽക്കാലികമായിട്ടെങ്കിലും കേരളത്തിന് പ്രയോജനം ചെയ്യുകയും ചെയ്യും. അത് ഇതേ മൊമെൻറ്റം, ഇതേ ഒരു വേഗത നിലനിർത്താൻ കഴിഞ്ഞാൽ ആനുപാതികമായ വർധനവ് ഭാവിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. എനിക്ക് അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രശ്നം അതല്ല. പ്രശ്നം സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നിലയ്ക്ക് നികുതി വരുമാനം ഉണ്ടാക്കുവാനുള്ള എല്ലാ സാധ്യതകളും സ്വാതന്ത്ര്യങ്ങളും അടയുകയാണ്. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഏക നികുതി എന്നതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയൊന്നും നമ്മുടെ ഭരണഘടന രൂപീകരിക്കുന്ന കാലത്തുണ്ടായിരുന്നത് കൊണ്ടല്ല ഏക നികുതി ഇവിടെ ഉണ്ടാകാതെ പോയത്. മറിച്ച്
നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ സുപ്രധാനമായ ഒന്ന് ഫെഡറലിസമാണ്. ആ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഭരണ സംവിധാനം, അതായത് കേന്ദ്രവും സംസ്ഥാനങ്ങളും. ഇവിടെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫെഡറലിസം, നമുക്കറിയാമല്ലോ, ഒരു കുടുംബത്തിൽ പോലും സ്വന്തം നിലയ്ക്ക് വരുമാനമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ നിലയ്ക്ക് ഫെഡറലിസം എന്ന സങ്കല്പം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ തോമസ് ഐസക് പറഞ്ഞൊരു ഉദാഹരണം ഞാൻ ചോദിക്കുന്നത് അത് കുറച്ചുകൂടി ആളുകൾക്ക് കൂടി വ്യക്തത വന്നുകൊള്ളട്ടെ എന്ന് കരുതി. ഒരു മലയാളി ഉത്തർപ്രദേശിൽ ലക്നൌവിൽ നിന്ന് ഒരു കാറ് വാങ്ങുന്നു. അയാൾ കേരളത്തിലെ അഡ്രസ്സാണ് അയാളുടെ കൊടുക്കുന്നത്. ആ നികുതിയുടെ ഭാഗം കേരളത്തിൽ വരില്ലേ? തീർച്ചയായിട്ടും വരും. അപ്പോൾ സ്വാഭാവികമായും ഒരു മലയാളി ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്ന് ഒരു കാറ് വാങ്ങിയാൽ അതിൻ്റെ നികുതിയുടെ ഭാഗം കേരളത്തിന് കിട്ടുമെങ്കിൽ ഈ ഫെഡറലിസം, നമ്മളുടെ നികുതി പിരിവിനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അടിയറ വെച്ചു എന്ന് പറയുന്നത് ആലങ്കാരികമായി മാത്രം ഉപയോഗിക്കുന്നതല്ല. അല്ല, തീർച്ചയായിട്ടുമല്ല. ആ ഒരു ഉദാഹരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് ചെയ്യാൻ കഴിയുക. ഒരു മലയാളി എവിടെ നിന്ന് ഉൽപ്പന്നം വാങ്ങിക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡം. ഒരു സംസ്ഥാന സർക്കാർ, ആ സർക്കാരിന് ഭരണഘടന അനുശാസിക്കുന്ന ചില ചുമതലകളുണ്ട്, ദൗത്യങ്ങളുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട എല്ലാ വിഷയങ്ങളും അതിൻ്റെ ഭരണനിർവഹണം നടത്തും. പക്ഷേ ഇത് ഭരണഘടനാ ഭേദഗതിയാണ്. അല്ല, ഈ ഭരണനിർവഹണം നടത്തണമെങ്കിൽ അതിന് സ്വന്തമായ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാവണം. ഇത് സംസ്ഥാന സർക്കാരിന് മാത്രമല്ല, അതിന് താഴേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിന് ബാധകമാണ്. GST വരുന്നതോടുകൂടി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സുപ്രധാനമായ ഒരു വരുമാന സ്രോതസ് ഇല്ലാതെയാവുകയാണ്, അതായത് വിനോദ നികുതി. അപ്പോൾ ഈ ഏക നികുതി എന്ന് കേൾക്കുമ്പോൾ മനോഹരമാണെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ സംവിധാനത്തിൻ്റെ അടിത്തറയെ തകർക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന്. രണ്ടാമത്, നാളെ ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക നയങ്ങളെ അടിമുടി ചെറുക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വന്നു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് ജനങ്ങൾ അങ്ങനെ ഒരു സർക്കാരിനെ കൊണ്ടുവരുന്നു എന്നിരിക്കട്ടെ, ആ സർക്കാരിന് എങ്ങനെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയില്ല. അപ്പോൾ ആ രൂപത്തിൽ ഒരു ഭരണ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കുള്ള പ്രസക്തി തന്നെ ഭാവിയിൽ ഇല്ലാതെയാവും എന്നുള്ളതാണ് GSTയുടെ ആത്യന്തികമായ പരിണതഫലം. ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഈ ഏക വിപണി എന്നുള്ളത്, ഏക നികുതി എന്നുള്ളതിനേക്കാൾ അല്ല, അതിൽ എനിക്ക് തോന്നുന്നത് ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ എന്തോ അക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കാനുണ്ടെന്ന് തോന്നുന്നു. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, താങ്കൾ ശ്രീ VK പ്രസാദ് പറയുന്നത് ആസ്വദിച്ച് കേൾക്കുകയായിരുന്നു. താങ്കൾക്ക് അതിൽ കൂട്ടിച്ചേർക്കാം, പ്രതികരിക്കാം. ഇത് ഞാൻ പറയുന്നത് ഇത് വളരെ ഇറലവന്റ് ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ക്ഷമിക്കണം അത് പറയുന്നതിൽ. കാരണം എന്ന് പറഞ്ഞാല് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി ഇങ്ങനെ പുതിയ ഗവൺമെന്റ് വരുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു വളരെ ഒരു വേസ്റ്റ് ഓഫ് ടൈം ആണ്. അതിനെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്ത് കഴിഞ്ഞു. 10, 15, 16 വർഷങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾ അതിലോട്ട് പോകണോ, അതോ നമ്മൾ പ്രോഗ്രസീവായിട്ട് അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം കൂടുതൽ യൂസ് ചെയ്ത് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ള നിലയിലോട്ട് പോകണോ? ഇതിന് ഇൻഫ്ലേഷണറി ടെൻഡൻസി ഉണ്ടാകും. അതുണ്ടെങ്കിൽ അതിനെ എങ്ങനെ മാറ്റി എടുക്കണം, അല്ലെങ്കിൽ ഈ പറയുന്ന രീതികളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്. വളരെ വളരെ ഒരു പ്രൊആക്റ്റീവായിട്ടുള്ളൊരു ഒരു വിഷനാണ് ഇതിനകത്ത് വേണ്ടിയിരിക്കുന്നത്. കാരണം ഇതൊരു വളരെ റോങ് മെസ്സേജ് ജനങ്ങളിലേക്ക് വന്നാൽ, ഈ മലേഷ്യയിൽ തന്നെ 2015 ഒരു GST ഉണ്ടാക്കിയതിൻ്റെ വളരെ വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. പക്ഷേ അതിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 70% ട്രേഡേഴ്സും ബിസിനസ് കൂടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഈ പറയുന്ന പോലെ ഒരുപാട് പ്രതിബന്ധങ്ങളും ഒരുപാട് നെഗറ്റീവ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആയിരുന്നു ഇതിൻ്റെ അകത്ത് മലേഷ്യയിലുണ്ടായിരുന്നത്. അപ്പോൾ 160-ൽ പരം രാജ്യങ്ങളിൽ ഇത് ചെയ്തു, ടെസ്റ്റ് ചെയ്തു. ഇതിനകത്ത് അവിടെ നിന്ന് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് കൂടെ കൂട്ടിയെടുത്തു. ഇതിൻ്റെ സോഫ്റ്റ്വെയറുകൾ അതിന് താത്വികമായിട്ട് അതിനകത്ത് എതിർപ്പുണ്ട് എന്ന് പറയുന്നത് ശരി, അതായിരിക്കട്ടെ. പക്ഷേ ഒരു നിയമാവലി ഭേദഗതി ചെയ്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് ഇങ്ങനെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത ദിവസം നമ്മൾ ഇത് ചെയ്യേണ്ടായിരുന്നു എന്ന് പറയുന്നതിന് അത് അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിസ്ഥാനപരമായ മനഃശാസ്ത്രം ഇഫ് യു ആർ ഷുവർ അബൌട്ട് റേപ്പ് ലൈ ഡൗൺ ആൻഡ് എൻജോയ് എന്ന സൈക്കോളജിയാണത്. അതായത് ഏതായാലും ഇത് വന്നു, അതുകൊണ്ട് ഇതിൻ്റെ പുറകെ പോവുക. ആലോചിച്ച് നോക്കുക,
കഴിഞ്ഞ ജാനുവരി മാസത്തിൽ ഡാവോസിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഗ്ലോബലൈസേഷനെ തള്ളി പറഞ്ഞുകൊണ്ട് ഇൻക്ലൂസീവ് ഗ്രോത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇവിടെ ഒന്നും ഇറിവേഴ്സിബിൾ ആണ് എന്നുള്ള സങ്കല്പം തന്നെ തെറ്റാണെങ്കിൽ ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് ഹിതകരമല്ലാത്ത ഒന്നാണെങ്കിൽ ജനങ്ങൾ ഇത് വലിച്ച് കടലിലെറിയും. എന്താ സംശയം? ഇറിവേഴ്സിബിൾ ഒന്നുമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഈ അമെന്റ്മെന്റ് വീണ്ടും നള്ളിഫൈ ആവുന്നതേ ഉള്ളൂ. ഇവിടെ ഭരണഘടനയിൽ നടത്തിയ ഭേദഗതി വീണ്ടും ഭേദഗതിയിലൂടെ ഇല്ലാതെയാക്കിയ ചരിത്രമുണ്ട്. എനിക്കൊരു കാര്യം തീർച്ചയാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഭാവിയിൽ GST എന്ന ഈ നികുതി സംവിധാനം ജനങ്ങൾ റിജക്ട് ചെയ്യും. കാരണം ജനങ്ങളെ രാജ്യത്തിന്റെ ഒരു ഏകീകൃതമായ നിലനിൽപ്പിന് തന്നെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒരു നികുതി സംവിധാനമാണ്. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം പറയുന്ന ആംഗിള്, ഇദ്ദേഹം പറയുന്ന വേറൊരു ആംഗിളിലാണ് പറയുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സംസ്ഥാനങ്ങളുടെ പരമാധികാരം പോകുമോ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ആശങ്കയാണ് അദ്ദേഹം പറയുന്നത്. GSTയുടെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ് നോക്കാം. നമുക്കൊരു കൺസ്യൂമർ എന്നുള്ള ലെവലിലും അതേപോലെ കേരളത്തിൻ്റെ സ്റ്റേറ്റ് എന്നുള്ള ലെവലിലുള്ള ബെനിഫിറ്റ് നോക്കിയാൽ തന്നെ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. കൺസ്യൂമർക്കുള്ള ബെനിഫിറ്റ് എന്താണ്? എല്ലാ B2C ട്രാൻസാക്ഷനും ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ്. ലാസ്റ്റ് ലെവലിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ലാസ്റ്റ് ലെവലിലുള്ള ആളെയാണ് ബില്ല് ചെയ്യുന്നത്. അയാളുടെ അഡ്രസ്സ് നോക്കി അവിടെയാണ് ബില്ല് ചെയ്യുന്നത്. കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് എന്തെല്ലാം തരത്തിലുള്ള സർവീസസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണിനെ പറ്റി ആരോ പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ബാങ്കിങ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതൊക്കെ ധാരാളം ആക്ടിവിറ്റി കേരളത്തിൽ ബേസ്ഡായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റ് കേരളത്തിലെ ഗവൺമെൻറ്റിന് ടാക്സ് അതിനകത്ത് കിട്ടിയിട്ടുണ്ടോ? ഇത് കിട്ടാൻ പോവുകയാണ്. ഇപ്പോൾ അത് കിട്ടാൻ പോവുകയാണ്. ഈ തോമസ് ഐസക് സാർ പറഞ്ഞ 20% എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു അതേ വളരെ എക്സ്പെക്ടേഷൻ മോഡറേറ്റ് ആക്കി വെച്ചേക്കുന്നതാണ്. ഞങ്ങൾ ഒരു റിസർച്ച് നടത്തിയിട്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഒരു 35% കൂടുതൽ റവന്യൂ. ആഹ്ലാദഭരിതനായാണ് ഈ വിഷയത്തെ സംസാരിച്ചത്. അങ്ങനെ എത്രയും സന്തോഷത്തോടുകൂടി ഒരു വിഷയം സംസാരിക്കുന്നത് സമീപകാലത്ത് കേട്ടിട്ടില്ല. ധനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു കാര്യമാണല്ലോ. പക്ഷേ എന്റെ ഒരേ ഒരു പോയിന്റ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടത്താൻ GST വേണമെന്നില്ല. GST ഇല്ലാതെ തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നികുതി ഈടാക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നതാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ ഏകീകൃതമായ ഒരു വ്യവസ്ഥയുടെ പേരിൽ ഈ പറയുന്ന നികുതിയുടെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നു. പക്ഷെ അങ്ങനെ കിട്ടുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഭാവിയിൽ സ്വന്തമായി ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള എല്ലാ ഇതിന്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കണം. ഇത് നമ്മൾ കേന്ദ്രത്തിന്റെ മുന്നിൽ പോയി കൈനീട്ടി മേടിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും അല്ല. ക്ലിയർ ആയിട്ട് തന്നെ ഒരു ടാക്സ്, ഇപ്പോൾ സർവീസ് ടാക്സ് ആണ്. 18% സർവീസ് ടാക്സ് ഉള്ള ഒരു ഐറ്റത്തിൽ 9% സ്റ്റേറ്റിനും 9% സെൻട്രൽ. അതൊക്കെ ഫസ്റ്റ് ലെവൽ ബില്ല് അടിക്കുമ്പോൾ തന്നെ അക്കൗണ്ട് ചെയ്ത് പോവാണ്. അതൊരു അവകാശമാണ്. അപ്പൊ തന്നെ സെറ്റിൽമെന്റ് നടക്കുകയാണ്. അപ്പൊ ഞാൻ നോക്കിയിട്ട് ഈ സിസ്റ്റത്തിന് ഏത് സിസ്റ്റം പുതിയതായിട്ട് കൊണ്ടുവന്നാലും അതിന് ചില ന്യൂനതകളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ നമ്മുടെ സ്റ്റേറ്റിന് പ്രത്യേകിച്ച് ഇത് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ കാശ് വന്നാൽ ഇവിടോട്ട് കിട്ടുന്ന കാശ് അതെങ്ങനെ ചിലവാക്കണം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കണമെന്നൊക്കെ ഉള്ളതിന്റെ ഫ്രീഡം ഇപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയല്ലേ. സ്റ്റേറ്റ് ഗവൺമെന്റ് അതെങ്ങനെ വേണം തീരുമാനിക്കാം. ശ്രീ കെ സേതുമാധവൻ, ഇത് വ്യാപാരികളുടെ കാര്യത്തിൽ മന്ത്രി പറഞ്ഞത്, ഞാൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ അതിൽ അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത്, ഒരുപക്ഷെ GST കൗൺസിലൊക്കെ വളരെ കാര്യമായി ഈ വിഷയം സംസാരിച്ചത് അദ്ദേഹം ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് കുറെ കൂടി ആ നിലയ്ക്ക് പ്രാധാന്യവുമുണ്ട്. ഇനിയിപ്പോൾ പഴയതുപോലെയല്ല, വ്യാപാരികൾ ബില്ലെഴുതണം. വ്യാപാരികൾ ബില്ലെഴുതുമ്പോൾ നികുതിയുടെ ചോർച്ച ഒഴിവാക്കപ്പെടും. നിങ്ങൾ ബില്ലെഴുതിയാൽ മാത്രമേ അതിൻ്റെ ഏതൊക്കെയോ സ്റ്റേജിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരുന്ന നികുതി അല്ലെങ്കിൽ അത് ലഭിക്കേണ്ടിയിരുന്ന നികുതി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ബില്ലെഴുതാതിരിക്കാൻ കഴിയില്ല. ഉപഭോക്താവ് ചിലപ്പോൾ അത് ചോദിച്ചെന്ന് വരും. സ്വാഭാവികമായും നികുതി ചോർച്ച ഒഴിവാക്കും. അതും അഴിമതി അടക്കമുള്ള മോശം പ്രാക്ടീസുകൾ ഇല്ലാതാക്കുകയും ചെയ്യും എന്നുകൂടി മന്ത്രി പറഞ്ഞു. അതിലും വ്യാപാരികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നമ്മളുടെ ഒരു വ്യാപാരിയുടെ കടമയാണ് എന്ന് തോന്നി തുടങ്ങിയാൽ, അത് ശീലമായാൽ പിന്നെ ഇതങ്ങ് നടന്നു പോകില്ലേ? ശ്രീ സേതുമാധവൻ, അദ്ദേഹത്തിന് സാങ്കേതിക തകരാറുണ്ട്, ഞാൻ അദ്ദേഹത്തിലേക്ക് മടങ്ങി വരാം. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, അത്തരത്തിൽ ഈ വ്യാപാരികൾ ആ നിലയ്ക്ക് ഈ സമ്പ്രദായത്തെ എതിർക്കാൻ സാധ്യതയുണ്ടോ? അവർക്ക് കൂടുതൽ ജോലിഭാരം കൂടുന്നു, അല്ലെങ്കിൽ അവർ കുറെ കൂടി ഉത്തരവാദിത്വം കാണിക്കണം? ഉദാസീനമായി ഒരു നികുതി സമ്പ്രദായത്തോട് ഇനി മുതൽ അതിനെ അങ്ങനെ കാണാൻ കഴിയില്ല, കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പോകണം, ഈ വഴിയിലൂടെ പോകണം എന്നത് ആ നിലയ്ക്ക് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ?
ഡെഫിനറ്റായിട്ട് ഒരു ബുദ്ധിമുട്ട് ഇനീഷ്യലി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പല ചെറുകിട ബിസിനസ്സുകാരും അക്കൗണ്ട്സ് കീപ്പ് ചെയ്തിരുന്നത് വളരെ ഹാപ്പസാഡായിട്ടാണ്. ഇതിനകത്ത് ചില ട്രാൻസാക്ഷൻസ് ടാക്സ് ചെയ്യാതെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഇംപ്ലിമെൻറ്റേഷൻ ഇവിടെ വന്നത് ഈ കള്ളപ്പണത്തിനെ ചെറുക്കും എന്ന് പറയുന്നതിന് ഒരു റീസൺ ഉണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു എക്കോ സിസ്റ്റത്തിനെ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഈ ക്രിയേറ്റ് ചെയ്തെടുത്ത എക്കോ സിസ്റ്റം എന്താണ്? എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായി. ഈ ബാങ്ക് അക്കൗണ്ടിൽ ഏതാണ്ട് 99.99% ഫാമിലീസിന് ബാങ്ക് അക്കൗണ്ട് വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് UPI ഡിജിറ്റൽ പേയ്മെൻറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഈ പറയുന്ന ഒരു ഡിമോണിറ്റൈസേഷൻ ക്ലീനപ്പ് ഉണ്ടായി. ആ പൈസ മുഴുവൻ, ആ ക്യാഷ് കറൻസി മുഴുവൻ ഒരു ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വന്നു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു വളരെ ക്ലീൻ സ്ലേറ്റ് എന്നുള്ള രീതിയിൽ, ഞാൻ 100% എന്ന് പറയില്ല, എന്നാലും ഒരു താരതമ്യേന ക്ലീനർ സ്ലേറ്റിൽ ഈ പറയുന്ന നികുതി റോൾ ഔട്ട് ചെയ്തു. ഈ നികുതി റോൾ ഔട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? ഇത് ഒരു GST നെറ്റ്വർക്ക് വഴിയാണ് ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ നികുതി പിരിക്കുന്നത് വീതിച്ചു കൊടുക്കാനായിട്ട് അപ്പം തന്നെ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഈ ചരക്ക് നീങ്ങുന്നതനുസരിച്ച് ടാക്സും നീങ്ങും. അപ്പോൾ കൺസംഷൻ വരുന്നത് വരെയുള്ള കാര്യം എല്ലാം ട്രാക്ഡ് ആണ്. ആ ട്രാക്ക് ചെയ്ത സിസ്റ്റത്തിനകത്ത് നിന്നും കംപ്ലയൻസിന് വെളിയിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. അതിനുവേണ്ടി എടുക്കുന്ന ശ്രമം വളരെ അധികമായിരിക്കും. ഇതിന് നമ്മൾ ചിലപ്പോൾ ഒരു ലൂപ്പോളോ മറ്റോ കണ്ടുപിടിച്ചേക്കാം. പക്ഷേ എന്നാൽ പോലും ഇനിയുള്ള കാലത്ത് നമുക്ക് ഈ പറയുന്ന ഒരു കംപ്ലയൻസിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പെട്ടെന്ന്. അതുകൊണ്ട് ഈ കംപ്ലയൻസ് വരുമ്പോഴത്തേക്ക് നാച്ചുറലായിട്ട് കണക്ക് വയ്ക്കുക, അതിനകത്ത് ഒരു കമ്പ്യൂട്ടറൈസ് ചെയ്യുക, അതിനൊരു അക്കൗണ്ടൻറ്റിൻ്റെ സേവനം എടുക്കുക, ഇതല്ലെങ്കിൽ ടാക്സ് പ്രിപ്പയറേഴ്സിൻ്റെ സേവനം എടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു കോസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് വന്നേക്കാം. അതിനൊരു ബുദ്ധിമുട്ട് ഇനീഷ്യൽ കാലഘട്ടത്തിൽ. പിന്നെ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ ഇതൊരു ശീലത്തിൻ്റെ കാര്യമാണ്. ഇത് നമ്മൾ നേരത്തെ ചെയ്തിരുന്നില്ല. പക്ഷേ ആ ചെയ്യാത്ത കാര്യം ഇപ്പോൾ ചെയ്തു തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു ഫോർമൽ എക്കോണമിയിലേക്കുള്ള ഒരു ഒരുമിച്ചുള്ള കയറ്റം, അതിന് ഉള്ള ഒരു മുന്നൊരുക്കം തന്നെയാണ് വേണ്ടത്. അതെനിക്ക് തോന്നുന്നത് ഗവൺമെൻറ് ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്യും. ഈ പറയുന്ന 2-3 വർഷത്തെ ഒരു ഹാൻഡ് ഹോൾഡ് അല്ലെങ്കിൽ ഒരു വളരെ ശക്തമായ നടപടികളോ അല്ലെങ്കിൽ ഈ വീഴ്ചകൾ പറ്റുമ്പോഴത്തേക്കുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പീനലൈസേഷനോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് ഒരു പക്ഷേ ഹാൻഡ് ഹോൾഡ് ചെയ്ത് കറക്റ്റീവ് മെഷേഴ്സിനുള്ള സമയം കൊടുത്ത് തന്നെ ചെയ്യും. അത് ചെയ്യണം. ഇല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ശബ്ദമുയർത്തണം. ആ ഒരു രീതിയിൽ വരിക്കണം എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു GST റോൾ ഔട്ടിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ഇവർക്കെല്ലാം വേണ്ട ഹെൽപ്പുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ പറയുന്ന ഓരോ ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ കമ്മ്യൂണിറ്റിയിൽ നിന്നാണെങ്കിലും ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരു സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രയത്നം ഇതിന് ഡെഫിനറ്റ്ലി അനിവാര്യമാണ്. ശ്രീ VK പ്രസാദ്, ഇന്നിപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ വിവരം വൈകുന്നേരത്തെ കണക്കാണ്. സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ തന്നെ നിൽക്കുന്നു. മാരുതി കാറുകളുടെ വിലയിൽ കുറവ് വരുത്തി. വ്യാപാരികളുടെ കാര്യത്തിൽ അവർ പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ സ്റ്റോക്ക് വാറ്റ് അനുസരിച്ചുള്ള സ്റ്റോക്ക് ക്ലിയർ ചെയ്ത ശേഷമേ GSTയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നതാണ് അവരുടെ ഒരു സമീപനം. ഒരു പക്ഷേ 1-2 ആഴ്ചകൾക്കുള്ളിൽ കുറെ കൂടി സ്ഥിതി മെച്ചപ്പെട്ടേക്കാം എന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ വിവരം, അവർ ധനകാര്യ മന്ത്രാലയം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട് ഓരോ സംസ്ഥാനത്തും എന്താണ് നടക്കുന്നതെന്ന്. ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത്. കാര്യങ്ങൾ ട്രാക്കിലേക്ക് എത്തുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ല, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, ഈ ഒരു നികുതി സാങ്കേതികമായിട്ട് സർക്കാരിന് എല്ലാ അധികാര ശക്തിയും കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു നികുതി വ്യവസ്ഥ ഒന്ന് മാറ്റി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ശീലത്തിന്റെ പ്രശ്നം മാത്രമാണ്. അതുകൊണ്ട് നാളെ ഈ പുതിയ ഒരു സംവിധാനം വന്നു കഴിയുമ്പോൾ വ്യാപാരികൾ അതിനോട് പൊരുത്തപ്പെടുകയും അതനുസരിച്ചുള്ള നികുതികൾ കൊടുക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതല്ല പ്രശ്നം സർക്കാരിന് നികുതി വർദ്ധിപ്പിക്കലും കള്ളപ്പണം തടയലുമാണ് യഥാർത്ഥ ഉദ്ദേശമെങ്കിൽ എന്തുകൊണ്ട് ഈ പരോക്ഷ നികുതിയുടെ പുറകെ പോകുന്നു? എന്തുകൊണ്ടാണ് പ്രത്യക്ഷ നികുതിയിൽ ഗവൺമെൻറ് ഈ തരത്തിലുള്ള ചരിത്രപരമായൊരു പരിഷ്കാരം നടത്താത്തത്? അപ്പോൾ കാരണം കള്ളപ്പണം എന്ന് പറയുന്ന വ്യക്തികളുടെ വരുമാനത്തിലല്ലേ ഉണ്ടാവുന്നത്. ആ വരുമാനത്തിൻ്റെ സ്രോതസ്സുകളെ മുഴുവൻ പിടികൂടാവുന്ന തരത്തിൽ അതിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്വിസ് ബാങ്കിന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വന്നു, ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപത്തിൽ വലിയ തോതിലുള്ള കുറവുണ്ടായെന്ന് സ്വിസ് ബാങ്ക് പറയുന്നു. അത് ഇവിടെ പിടിമുറുക്കുന്നു എന്നൊരു തോന്നലുള്ളത്. അല്ല, അതിന് ഞാൻ പറയുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഞാൻ പറയുന്നത് രാജ്യത്ത് പ്രത്യക്ഷ നികുതി കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഡിസംബറിൽ ഓക്സ്ഫാമിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. അതനുസരിച്ച്
രാജ്യത്തെ 1% ജനങ്ങളുടെ കയ്യിലാണ് 58.4% സമ്പത്ത്. പക്ഷേ ഈ 1% ആളുകൾ, ഈ അതിസമ്പന്നന്മാരായ 1% ആളുകളും ഈ ദരിദ്രരായ, അങ്ങേയറ്റം ദരിദ്രരായ മനുഷ്യരും അവർ വാങ്ങിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഒരേ നികുതിയാണ് കൊടുക്കുന്നത്. പക്ഷേ അവരുടെ വരുമാനത്തിൻ്റെ അനുപാതം ആ തരത്തിലല്ലല്ലോ. അപ്പോൾ ഗവൺമെൻറ് കള്ളപ്പണത്തെ നിയന്ത്രിക്കാനാണ് യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത് എങ്കിൽ അവർ ശ്രമിക്കേണ്ടത് പ്രത്യക്ഷ നികുതിക്ക് ഊന്നൽ കൊടുക്കുക. പരിഷ്കൃതമായ ഇവർ അനുകരിക്കുന്ന ഏതൊരു സമ്പദ് വ്യവസ്ഥയിലും നമുക്കറിയാമല്ലോ പ്രത്യക്ഷ നികുതിക്കാണ് ഊന്നൽ. GST ഇന്ന് വരെ നടപ്പാക്കാത്തൊരു രാജ്യമാണല്ലോ അമേരിക്ക. ഇവിടെ ഈ പറയുന്ന ആളുകളൊക്കെ മറന്നു പോകുന്നൊരു കാര്യം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഈ പറയുന്ന GST നടപ്പാക്കിയിട്ടില്ല. എന്തുകൊണ്ട് നടപ്പാക്കിയിട്ടില്ല? കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്, അമേരിക്ക ഫെഡറൽ സംവിധാനമാണ്. ഈ മുതലാളിത്തത്തിൻ്റെ പരദീസയായിരിക്കെ തന്നെ അവിടുത്തെ ഫെഡറലിസത്തിന് തകരാറുണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ അവർ തയ്യാറല്ല. അതേസമയം പ്രത്യക്ഷ നികുതിയുടെ കാര്യത്തിൽ അമേരിക്കയും ജർമ്മനി അടക്കം ഉള്ള വികസിത മുതലാളിത്ത രാജ്യങ്ങളിലൊക്കെ പ്രത്യക്ഷ നികുതിയുടെ കാര്യത്തിൽ വളരെ ഉയർന്ന നികുതി നിരക്കുകൾ അവർ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശശുദ്ധി നേരത്തെ പറഞ്ഞ കള്ളപ്പണം തടയലും മറ്റുമാണ് എങ്കിൽ GST അല്ല അവർ ലക്ഷ്യം വെക്കേണ്ടത്, മറിച്ച് പ്രത്യക്ഷ നികുതി വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. GST എന്ന് പറയുന്നത് ആത്യന്തികമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ ധനസമാഹരണ പ്രക്രിയയെ തന്നെയാണ്. നേരത്തെ ശ്രീ തോമസ് ഐസക് പറഞ്ഞല്ലോ അസമത്വം വർദ്ധിപ്പിക്കും എന്ന്. അതുതന്നെയാണ് ഇതിൻ്റെ ആത്യന്തികമായ ഒരു പ്രത്യാഘാതം. ഡയറക്റ്റ് ടാക്സസിൻ്റെ കാര്യത്തിൽ ഇപ്പം പാൻ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഡയറക്റ്റ് ടാക്സസിൻ്റെ കാര്യത്തിലാണ് വിശ്വപ്രസാദ് ഇപ്പോൾ പറഞ്ഞത്. അതിലാണ് പിടിമുറുക്കേണ്ടിയിരുന്നത് കള്ളപ്പണം വെളുപ്പിക്കണമെന്നുണ്ടെങ്കിൽ. ശരിയാണ്, ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അധികം താമസിയാതെ തന്നെ ഇപ്പോൾ സ്വിസ് ബാങ്കിലെ കഥ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ പിടിമുറുകുമ്പോൾ ഇപ്പോൾ പാൻ ആധാറുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ 3 ലക്ഷം കമ്പനികൾ നിരീക്ഷണത്തിലാണെന്നാണ് പ്രധാനമന്ത്രി വൈകിട്ട് GST ചാർട്ടേഡ് അക്കൗണ്ടൻസിന് എടുത്ത ക്ലാസ്സിൽ, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അതൊരു വേറൊരു രീതി, അതായത് ഷെൽ കമ്പനീസ് ഈ ബ്ലാക്ക് മണിയുടെ ഓരോ റൂട്ടാണല്ലോ ഈ ഷെൽ കമ്പനി. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ ബ്ലാക്ക് മണി ട്രാക്ക് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ടാക്സ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള, ഞാൻ പുള്ളിയോട് അദ്ദേഹത്തോട് എഗ്രി ചെയ്യുന്നു. പക്ഷേ അത് പറയുമ്പോഴും GSTയുടെ ബെനിഫിറ്റുകൾ നമുക്ക് തള്ളിക്കളയാൻ ഒക്കത്തില്ല. ഇപ്പോൾ GSTയുടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സിസ്റ്റം ഉണ്ടാക്കുമ്പം 100% എല്ലാവർക്കും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. എവിടെയെങ്കിലുമൊക്കെ കുറച്ച് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരു സിസ്റ്റം നമുക്ക് പുതുതായിട്ട് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷേ GSTയെ സംബന്ധിച്ചിടത്തോളം ഇതിന് നല്ല രീതിയിലുള്ള ബെനിഫിറ്റുകളുണ്ട്. കാരണം ഈ സെയിൽസ് ടാക്സും എക്സൈസും അതുപോലെ തന്നെ മറ്റ് സെയിൽസ് ടാക്സ് പറഞ്ഞാൽ വാറ്റ് അടക്കമുള്ള കാര്യങ്ങളും ഇതെല്ലാം സർവീസ് ടാക്സും അടക്കമുള്ള കാര്യങ്ങൾ ഇൻപുട്ട് ക്രെഡിറ്റ് വെച്ച് സെറ്റ് ഓഫ് ചെയ്ത് ഒരു വലിയ നേട്ടം ഉണ്ടാക്കാനായിട്ട് വ്യാപാരികൾക്കും അതേപോലെ തന്നെ ഇതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഈവൻ മാനുഫാക്ചറേഴ്സിനും അതുപോലെ തന്നെ സർവീസ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് നേരത്തെ അത് സാധിക്കത്തില്ലായിരുന്നു. സർവീസ് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ക്യാപെക്സോ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റുകളോ നടക്കുകയാണെങ്കിൽ അതിനൊന്നും ഒരു സെറ്റ് ഓഫും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെറ്റ് ഓഫ് ഉണ്ടാകുന്നതോടുകൂടി തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് മൊത്തം മേഖലകളിൽ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് നേരത്തെ GSTയെ പറ്റി ഇതാണ് പറഞ്ഞിരുന്നത്. GST ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 1% തൊട്ട് 2% വരെ GDPയിൽ ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു പ്രൊപ്പഗാണ്ട ഒരു വർഷം മുമ്പ് സ്ഥിരമായിട്ട് പറഞ്ഞു കേട്ടു. ഇപ്പോഴും കേന്ദ്ര സർക്കാർ അത് പറയുന്നുണ്ട്. 2% വരെ അതിൽ കൂടുതലും ചിലപ്പോൾ ഉണ്ടാകാമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും ബെനിഫിറ്റുകൾ ഉണ്ടായിട്ടുള്ളത്. ഉത്പാദന പ്രക്രിയയെ സഹായിക്കുന്നുണ്ടോ GST എന്ന മറ്റൊരു ചോദ്യം. അല്ല, ഉൽപ്പാദന പ്രക്രിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ എന്താ പ്രശ്നം, എക്കണോമി ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സ്ലഗിഷ് ആണെന്ന് പറയാനൊക്കത്തില്ല. 7% GDP ഗ്രോത്ത് ഒക്കെ പറയുന്നുണ്ടെങ്കിലും പൊതുവേ പല സെക്ടേഴ്സും ഒന്നെങ്കിൽ സിക്ലിക്കലായിട്ടുള്ള ഡൗൺ ടേണിലോ അല്ലെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് കാര്യമായിട്ടുള്ള പുരോഗതി ഇല്ലാതെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെൻറ് സ്പെൻഡിങ്ങിലാണ് പലരും കണ്ണു വെച്ചേക്കുന്നത്. അല്ല പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളോ അല്ലെ പ്രൈവറ്റ് കമ്പനികളോ അത്തരത്തിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്നും അവർ നടക്കുന്നില്ല എക്കണോമിയിൽ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൂടെ നടന്നാൽ മാത്രമേ ജോബ് ക്രിയേഷൻ പോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ട് നമുക്ക് എക്കണോമിക്ക് എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകത്തുള്ളൂ. അത് നടക്കാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ സേതുമാധവൻ, ഇടയ്ക്ക് 2 തവണ താങ്കളിലേക്ക് വരാൻ ശ്രമിച്ചുവെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് തോമസ് ഐസക് പറഞ്ഞ ഒരു കാര്യം, അത് ഞാൻ നേരത്തെ ചോദിച്ചതാണ്. 85% ചരക്കുകളുടെയും നികുതി കുറഞ്ഞിരിക്കുകയാണ്. GST നടപ്പാക്കുന്നതോടെ ബില്ലെഴുത്ത് ശക്തമാകും. കാരണം മുൻപ് ചരക്കിന് നികുതി നൽകിയതാണെന്ന് കാണിച്ചാൽ മാത്രമേ ഓരോ ഘട്ടത്തിലുമുള്ള നികുതി കിഴിവ് ലഭിക്കുകയുള്ളൂ. അതുവഴി ബില്ലെഴുത്തും നികുതി അടവും ഓരോ കച്ചവടക്കാരൻ്റെയും ബാധ്യതയായി മാറുകയാണ്. നികുതി അടവിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുമ്പോൾ നികുതി വരുമാനത്തിലെ ചോർച്ച ഒഴിവാകും എന്നാണ് മന്ത്രി പറഞ്ഞത്. ഇത് വ്യാപാരികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? നിങ്ങളുടെ കയ്യിലാണ് ഇതിൻ്റെ നടത്തിപ്പിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഇരിക്കുന്നത് എന്നതാണ് ഇതും മന്ത്രി പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ.
ശരിയായിരിക്കാം, മന്ത്രി പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ഈ GST നടപ്പിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിപ്പോൾ സംസാരിച്ചത് ഉപഭോക്താക്കളുടെ കാര്യങ്ങളാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിഭാഗം കച്ചവടക്കാരനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ള എല്ലാമായ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കണ്ടേ. പല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ ക്ലാസ്സുകൾ പോകുമ്പോൾ പോലും അതിന് ക്ലാസ് എടുക്കുന്ന ആളുകൾക്ക് പോലും ഈ കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പ് വരെ അവ്യക്തത ഇപ്പം വന്ന പത്രദൃശ്യ മാധ്യമങ്ങളിൽ വരുന്ന അറിവുകൾ വെച്ചുകൊണ്ടാണ് കച്ചവടക്കാരനെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ GST നടപ്പിലാക്കുന്നതിനെ എതിർത്ത് നിന്നുകൊണ്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. അത് ഞങ്ങൾക്ക് സാവകാശം വേണം. ഈ ഏറ്റവും താഴെക്കിടയിലുള്ള കച്ചവടക്കാരനും ഇത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നികുതി എങ്ങനെ പിരിക്കണം, ഏത് രീതിയിൽ അടയ്ക്കണം എന്നൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സമയം വേണം, അതിന് പീരീഡ് വേണം എന്ന് ഞങ്ങൾ ഇത് GST നടപ്പിലാക്കുന്നതിന് ഏതായാലും ദിവസം മുമ്പ് 10 ദിവസം മുമ്പ് 14 കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ കേരള മന്ത്രിമാർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. ശരി, അതാണ് താങ്കൾ പറയുന്നത്. നേരത്തെ ഉന്നയിച്ച അതേ കാര്യം തന്നെ. ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, ഇക്കാര്യത്തിൽ നമുക്ക് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു 20% നികുതി വരുമാനം അതിലെ വർധന ഓരോ വർഷം ഉണ്ടാകും എന്ന സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ എത്രത്തോളം യാഥാർത്ഥ്യബോധമുള്ളതാണ്? 2% വരെയുള്ള ദേശീയ വളർച്ച ഉണ്ടാകുമെന്ന രാജ്യത്തിന്റെ പൊതുവായ വിലയിരുത്തൽ, ഇതൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ്? ചുരുക്കി. അതായത് ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ ഒരു പാനലിസ്റ്റ് സൂചിപ്പിച്ചതുപോലെ സർവീസ് ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റ് ഇതുവരെ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പം 18% വരുന്ന സർവീസ് ടാക്സിൻ്റെ, കാരണം ഇവിടെ ഒരു IT മേഖല ഇവിടെ വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെയുള്ള ഇനിയിപ്പം അഡ്വക്കേറ്റ്സിൻ്റെ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലുള്ള ഫീസിൻ്റെ ഇതുണ്ട്. ഇങ്ങനെയുള്ള ചാർട്ട് അക്കൗണ്ട്സിൻ്റെ ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഒരു പ്രോബ്ലി ഒരു 10,000-3,000 കോടി രൂപയുടെ സർവീസ് ടാക്സ് കളക്ഷൻ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് ഇൻക്രീസും മറ്റുമൊക്കെ ആയിട്ട് തന്നെ ഒരു പക്ഷേ അതിൻ്റെ പകുതി സ്ട്രെയിറ്റ് അവേ കേരള സർക്കാരിന് വരും. അതുപോലെ തന്നെ അപ്പോൾ ഈ പറയുന്ന ഗവൺമെൻറ്റിന് കിട്ടുന്ന റവന്യൂ വെച്ചിട്ട് ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ ഇതിനകത്തൊരു പ്രൊഡക്ഷൻ ഡ്രൈവ് ഉണ്ടാവും. ഈ പ്രൊഡക്ഷൻ ഡ്രൈവ് ഉണ്ടാകുന്നതിനാണ് ഒരു പോസിബിൾ റീസൺ ജോബ് ക്രിയേഷൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇതിനൊരു ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് ഒരു ഇൻഫ്ലേഷനറി ആകാതെ ഇരിക്കാനുള്ള ശ്രമങ്ങൾ ഈ പറയുന്ന സിസ്റ്റത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മോണിറ്ററിങ്ങിലൂടെയും അല്ലെങ്കിൽ ടാക്സ് റേറ്റ്സ് 80% ടാക്സിൻ്റെ റേറ്റ്സ് 18% താഴെയാക്കി വയ്ക്കുകയും അവശ്യ സാധനങ്ങളുടെ വില കൂടാത്ത രീതിയിലൊക്കെ വളരെ വളരെ സ്റ്റഡി ചെയ്തും എല്ലാ സംസ്ഥാനങ്ങളുടെ ഈ GST കൗൺസിൽ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യത്തെപ്പറ്റി വളരെ ശ്രദ്ധ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നാച്ചുറലായിട്ട് കേരള ഗവൺമെൻറ്റിന് ഈ പറയുന്ന വളർച്ചയിൽ കൂടുതൽ വളരെ കൺസർവേറ്റീവ് ആയിരിക്കണം ഒരു ഫിനാൻസ് മിനിസ്റ്റർ ഒരു എസ്റ്റിമേറ്റ് തന്നിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ എന്തായാലും ഉണ്ടാകും. GDP വളർച്ച 2 രീതിയിലാണ് എനിക്കൊരു ഇമ്പാക്റ്റ് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 2% കൂടുതൽ ഉണ്ടാകാം. കാരണം ഒരു ഇൻഫോർമലായിട്ട് ഈ പറയുന്ന സിസ്റ്റത്തിന് വെളിയിലിരുന്ന കുറേ ട്രേഡേഴ്സും മറ്റുമൊക്കെ ഈ സിസ്റ്റത്തിനകത്തോട്ട് കയറി വരുമ്പോൾ, അൺഅക്കൗണ്ടഡ് ആയിട്ട് പോയിരുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലാം ആക്ച്വലി ഒരു GDP ഗ്രോത്തിനെ ഒരു ഫ്ലോ ഓഫ് ഇതിന് സഹായകമാകും. അതുകൊണ്ട് എന്തുകൊണ്ടും എക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഒരു GDP ഗ്രോത്ത് ഉണ്ടാകും, പ്രൊഡക്ഷൻ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകണം, അതുപോലെ കൺസംഷൻ കൂടണം. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന സംരംഭങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു കാരണം ഈ പറയുന്ന ഇമ്പോർട്ടഡ് ഗുഡ്സിൻ്റെ വില കൂടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ലോക്കൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കൂടി അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു സിസ്റ്റം ആയിരിക്കും GST കൊണ്ടുവരിക. പക്ഷേ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന് ഒരു കൂട്ടം കാര്യങ്ങൾ ഒരുമിച്ച് നടപ്പാക്കുകയാണല്ലോ. ഇപ്പം നോട്ട് അസാധുവാക്കൽ, അതിനുശേഷം GST നേരത്തെ തുടങ്ങിയതാണെങ്കിലും അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പ്രധാനമന്ത്രി വിശദീകരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ്. GSTക്ക് അദ്ദേഹത്തിൻ്റെ നിർവചനവും അങ്ങനെയാണ്. ഇത് ഈ ഒരേ നിരയിൽപ്പെട്ട കുറേ പരിഷ്കരണങ്ങൾ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ, പ്രത്യേകിച്ച് നികുതി മേഖലയിലും അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയുടെയൊക്കെ ഭാഗമായി കൊണ്ടുവരുന്നു എന്നത് ഒരു 5 വർഷം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടിത്തുടങ്ങും, അല്ലെങ്കിൽ അത് കുറെ കൂടി കാര്യമായി നമുക്ക് വിസിബിൾ ആകുമെന്ന് അവകാശവാദത്തിൽ കഴമ്പുണ്ടോ? അതായത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇപ്പോൾ 2 പ്രശ്നങ്ങളുണ്ടല്ലോ. അതായത് രാജ്യത്തെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത്, ഇപ്പോൾ നമുക്കറിയാം ലോകത്തെവിടെയും മാർക്കറ്റുകൾ നേരിടുന്ന വലിയ പ്രശ്നം ഡിമാൻഡ് ക്രൈസിസ് ആണ്. ഇന്ത്യയെ സംബന്ധിച്ചും ഇത് തന്നെയാണ് പ്രശ്നം. ഈ ഡിമാൻഡ് ക്രൈസിസിൽ സർക്കാരിന് ചെയ്യാവുന്നത് എന്താണ്? ഇവിടെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാവണം. തൊഴിലവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവണം. അത് നേരത്തെ പ്രിൻസ് പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നുകിൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്.
ഇവിടെ ആ രൂപത്തിൽ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെ നിന്ന് സംഭവിക്കുന്നു? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവിക്കുന്നില്ല. കാരണം മാർക്കറ്റിൽ ഡിമാൻഡ് ക്രൈസിസ് ആണ്. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് അതിന് തയ്യാറുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇന്നൊരു ഫെസിലിറ്റേറ്റർ റോളിലേക്ക് പിൻവാങ്ങുകയാണ്. അതാണ് ഗ്ലോബലൈസേഷൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആകെ വിപണിയിൽ നിൽക്കുന്ന വലിയൊരു മാന്ദ്യമുണ്ട്. ഈ മാന്ദ്യത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം സമ്പത്തിൻ്റെ വിതരണത്തിലുണ്ടായിട്ടുള്ള വലിയ അസമത്വമാണ്. ഈ അസമത്വം പരിഹരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ക്രയശേഷി ഇല്ലാത്ത അല്ലെങ്കിൽ ക്രയശേഷി കുറഞ്ഞ ജനങ്ങളുടെ ക്രയശേഷി മെച്ചപ്പെടണം. ഇവിടെയുള്ള പ്രശ്നം GST ഏത് രൂപത്തിൽ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യും? ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞതല്ല, GSTയുടെ പേരിൽ 1-2% GDP ഗ്രോത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് ശരിയായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ അതിൻ്റെ ഒരു ഹോംവർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ പ്രശ്നം അതല്ല. ഈ GDPയിലെ ഗ്രോത്ത് നമുക്കറിയാമല്ലോ, 80കളിൽ നിലനിന്ന 4.5% നിന്ന് ഇപ്പോൾ 7% GDP എത്തിയിട്ടുണ്ടെന്നുള്ള അവകാശവാദം നമ്മൾ എത്രയോ കാലമായി കേൾക്കുന്നു. പക്ഷേ രാജ്യത്തെ മൊത്തം സ്ഥിതി എന്താ? ഇവിടെ തൊഴിൽ ഇല്ലായ്മ കൂടുതൽ വർദ്ധിക്കുന്നു. തൊഴിൽ വിപണി കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് നെഗറ്റീവ് ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് കൂടുതൽ ജനങ്ങൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു. കാർഷിക രംഗത്ത് വലിയ തോതിലുള്ള തകർച്ചയുണ്ടാകുന്നു. അതുപോലെ ചെറുകിട വ്യവസായങ്ങളുടെ കാര്യത്തിൽ സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗിക കണക്കനുസരിച്ച് 50 ലക്ഷം തൊഴിലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെയുള്ള പ്രശ്നം ഈ കാര്യത്തിൽ ജനങ്ങളുടെ ക്രയശേഷി മെച്ചപ്പെടുത്തിക്കൊണ്ട് ആകെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ള ഗവൺമെന്റിന്റെ അടിസ്ഥാനപരമായ ദൗത്യത്തിൽ എവിടെ ഗവൺമെന്റ് നിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു ചെറിയ മറുപടിയിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പം അതിനെ സംബന്ധിച്ചൊരു യൂണിവേഴ്സൽ ബേസിക് ഇൻകം കൂടി പോസിറ്റീവായിട്ടായിരിക്കും. ഒരു ഷെയർ മാർക്കറ്റുമായി സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടൊന്നും കാര്യമായിട്ടൊന്നുമില്ല. പക്ഷേ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് അല്ല, ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഒരു GST കൊണ്ട് ആളുകളുടെ ക്രയശേഷി ഒരിക്കലും പരിഹരിക്കാനൊന്നും പറ്റത്തില്ല. ഇതിപ്പം ചെയ്തേക്കുന്നത് ഗവൺമെന്റിന്റെ ടാക്സ് നെറ്റ് വൈഡൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ത്രഷോൾഡ് ലിമിറ്റ് 20 lakhs ആണ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി ഈ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞൊരു മെക്കാനിസം ഉണ്ട്. നേരത്തെ ഒരു പാനലിസ്റ്റ് ഇവിടെ പറഞ്ഞ പോലെ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞ മെക്കാനിസത്തിൽ 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും കൊടുക്കുന്ന ആൾക്ക് ഇതില്ലെങ്കിൽ GST നമ്പർ ഇല്ലെങ്കിൽ പോലും ആദ്യത്തെ ആൾ അത് പിടിച്ച് അടച്ചിട്ട് വേണം അത് അടയ്ക്കണമെന്നുള്ളതാണ് അതിൻ്റെ നിയമം. എന്ന് പറഞ്ഞാൽ ഈ ത്രഷോൾഡ് ലിമിറ്റ് 20 lakhs എന്നുള്ളതിന് വലിയൊരു റിലവൻസ് ഒന്നുമില്ല. 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ട്രാൻസാക്ഷനും ടാക്സബിൾ ആകും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ടാക്സിൻ്റെ സ്കോപ്പ് കൂടി കളക്ഷൻ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഈ ഈ ഒരു GST കൗൺസിലൊക്കെ വെച്ച് വന്നതുകൊണ്ട് ഇതിൻ്റെ ബെനിഫിറ്റ് സ്റ്റേറ്റിനുണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ കേരളത്തിന് വലിയ പ്രത്യേക ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, ഒരു സംശയവും വേണ്ട കാര്യത്തിനകത്ത്. ഒരുപക്ഷെ നമുക്ക് ഇതിൻ്റെ പ്രയോജനം, ഇതിൻ്റെ ജനങ്ങൾക്കുണ്ടാകാവുന്ന സൗകര്യങ്ങൾ, വ്യാപാരികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുമായിരിക്കും. കാരണം ഒരു വലിയ പരിഷ്കരണം നമ്മൾ നടപ്പിലാക്കി തുടങ്ങിയതിൻ്റെ ആദ്യത്തെ മണിക്കൂറുകളിൽ മാത്രമാണ് നമ്മൾ അത് പരിശോധിക്കുന്നത്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും അതിൻ്റെ ഗുണഫലങ്ങളുമൊക്കെ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരികയും ചെയ്യും. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം സഹകരിച്ച ശ്രീ VK പ്രസാദ്, ശ്രീ പ്രിൻസ് ജോർജ്, ശ്രീ K സേതുമാധവൻ, ശ്രീ രഞ്ജിത്ത് കാർത്തികേയൻ, എല്ലാവർക്കും നന്ദി. മൂന്നാറിലെ കുത്തകപാട്ട ഭൂമികളിൽ നിയമതടസ്സമില്ലാത്തവർക്ക് കരം സ്വീകരിക്കാൻ മുഖ്യമന്ത്രി റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. എന്നാൽ വിവാദമായ 22 സെന്റ് ഭൂമിയുടെ കാര്യം കോടതിയുടെ തീരുമാനത്തിന് വിട്ടു. പട്ടയ വിതരണം ഉൾപ്പെടെ സർക്കാർ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതിന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് യോഗത്തിൽ വിമർശനമുണ്ടായി. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.